എന്താ എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ശരിയാകും. നമുക്കൊരു അടിപൊളി കഥ കേൾക്കാം. ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ. കഥയുടെ തുടക്കത്തിൽ തന്നെ ദേ അവിടെയാണ് കറുത്തച്ഛൻ്റെ കോട്ട. ഇരുളിലെ മറവിൽ ഒറ്റയടിപ്പാതയിലെ അരണ്ട വെളിച്ചത്തിൽ നിന്നും ഒരു പടുകൂറ്റൻ കെട്ടിടത്തിലേക്ക് വിരൽ ചൂണ്ടി അവൻ എന്നോട് പറഞ്ഞു. അത് പക്ഷേ ഒരു ആരാധനാലയം പോലെയുണ്ടല്ലോ. ഉള്ളിലെ സംശയം ഞാൻ പുറത്തു കാട്ടി. അവിടെ ആരാധനയ്ക്കായി ആരും തന്നെ വരാറില്ല. കൂട്ടിന് കറുത്തച്ഛൻ്റെ സാത്താന്മാർ മാത്രം. പെട്ടെന്ന് അകലിൽ നിന്നും നായ്ക്കളുടെ ഓരിയിടൽ ഉച്ചത്തിൽ കേൾക്കാൻ തുടങ്ങി. ഒറ്റയടിപ്പാതയിലെ ഒരു പാറക്കല്ലിൽ ചുവടുറപ്പിച്ചു നിന്ന് എൻ്റെ കാൽ വഴുതി താഴേക്ക് വീഴാൻ തുടങ്ങി. സൂക്ഷിച്ച്! അവനത് പറയുമ്പോഴും എൻ്റെ ദൃഷ്ടി ഉയരത്തിൽ കാണുന്ന കറുത്തച്ഛൻ്റെ കോട്ടയിലേക്കായിരുന്നു. വളരെ ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടം. അതിൻ്റെ ജനൽപ്പാളിയിൽ കടും ചുവപ്പ് നിറത്തിലുള്ള കർട്ടനിൽ മാത്രം പ്രകാശം പ്രതിഫലിക്കുന്നത് കാണാം. അവിടേക്ക് എത്തിച്ചേരാൻ പിൻവളവുകൾ പോലെ 11 സ്റ്റെയർ കേസുകൾ. ഓരോ വളവിലും 2 സാത്താന്മാർ വീതം കാവൽ നിൽക്കുന്നു. കറുത്ത തുണിയിൽ മുഖം മറച്ചുകൊണ്ട് കറുത്തച്ഛൻ്റെ കാവൽ ഭടന്മാർ. സാത്താന്മാരെ മറികടന്ന് കോട്ടയ്ക്കുള്ളിൽ പ്രവേശിക്കുന്ന കാര്യം ഓർത്തപ്പോഴേ ഉള്ളങ്കാൽ മുതൽ ഉച്ചവരെ വിറയ്ക്കാൻ തുടങ്ങി. എനിക്ക് പക്ഷേ അവിടെ എത്തിച്ചേർന്നേ മതിയാവൂ. ആത്മകഥമെന്നോണം ഞാൻ ഉരുവിട്ടു. ആദ്യ പടിയിൽ കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ എണ്ണമെഴുക്ക് പോലെയുള്ള ആ ഭാഗത്ത് ഞാൻ വഴുതി വീണു. പെട്ടെന്നുള്ള വീഴ്ചയിൽ കയറി പിടിച്ചത് പഴയ തുരുമ്പിച്ചു തുടങ്ങിയൊരു കൂർത്ത ബിംബത്തിലായിരുന്നു. അതിൽ തട്ടിമുറഞ്ഞ വിരലിൽ നിന്നും എൻ്റെ ഒരു തുള്ളി ചോര താഴേക്ക് വീണു. അരുത്! ഒരു കാരണവശാലും തൻ്റെ രക്തം അവിടെ പതിക്കാൻ പാടില്ല എന്നാരും എൻ്റെ കാതിൽ മൊഴിഞ്ഞതുപോലെ അപ്പോൾ എനിക്ക് തോന്നി. നീറ്റൽ വകവയ്ക്കാതെ മുന്നോട്ടാഞ്ഞതും പെട്ടെന്ന് പിന്നിൽ നിന്നും ബലിഷ്ഠമായ ഒരു കൈവന്ന് എൻ്റെ കഴുത്തിൽ പതിച്ചു. വിടൂ! എനിക്കവളെ രക്ഷിക്കണം! ഞാൻ മുന്നിലേക്ക് കുതിറി. ആരേ? ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി എൻ്റെ സകല നാഡീഞരമ്പുകളും ഒരു നിമിഷം വിറങ്ങലിച്ചു നിന്നുപോയി. കറുത്തച്ഛൻ, അന്ധകാരത്തിൻ്റെ അധിപൻ. ആ ക്രൂരമായ കണ്ണുകളിൽ രക്തം ഇരച്ചു കയറുന്ന പോലെ. ആ സാത്താൻ്റെ അരയിൽ നിന്നും തുണിയിൽ പൊതിഞ്ഞൊരു വെള്ള പൗഡർ എൻ്റെ നയനം ലക്ഷ്യമാക്കി എറിഞ്ഞുകൊണ്ട് ആ സാത്താൻ്റെ അധിപൻ അത്യുച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. ബലിമൃഗത്തിൻ്റെ ഒപ്പം നിന്റെ രക്തം കൂടി ശുദ്ധീകരിക്കട്ടെ. അരുത്! അരുത്! കറുത്തച്ഛാ! കറുത്തച്ഛാ! വീണ്ടും ദേഹത്ത് ശക്തമായി വന്നെന്തോ പതിച്ചപ്പോൾ ഞാൻ സർവ്വശക്തിയും എടുത്ത് ഇരുമിഴികളും വലിച്ചു തുറന്നു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ മുന്നിൽ ഒഴിഞ്ഞ കുപ്പിയുമായി മമ്മി. അവിടെ തന്നെ അനിയത്തിയുമുണ്ട്. അപ്പോഴെല്ലാം സ്വപ്നമായിരുന്നു. ഒരു നിമിഷം അവരുടെ ഇടയിലൂടെ എന്നെ തറയിൽ നിന്ന് പിടിച്ച് കട്ടിലിരുത്തിക്കൊണ്ട് പപ്പ പറഞ്ഞു, നിന്റെ പപ്പയ്ക്ക് മമ്മിയെ അപേക്ഷിച്ച് ഇത്തിരി നിറം കുറവാ. എൻ്റെ മോൻ അതങ്ങ് സഹിച്ചോട്ടോ. രാത്രി മുഴുവനും കറുത്തച്ഛൻ കറുത്തച്ഛൻ എന്ന് വിളി. അത് പറഞ്ഞ് പപ്പ പുറത്തേക്ക് പോയി. കൂടെ മമ്മിയും. തിരിഞ്ഞു നിന്ന് മമ്മിയുടെ ഒരു ഉപദേശവും, ഉറങ്ങും മുമ്പ് കുരിശു വരച്ച് കിടക്കടാന്ന്. മമ്മി പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തേക്ക് നടന്നു വന്ന് തലയിൽ ഒരു കുട്ട് വെച്ച് തന്നിട്ട് അനിയത്തി ചോദിച്ചു, പാതിരാത്രി വരെ കമ്പനി കൂടി ബിയറും കുടിച്ചു വന്ന് കിടന്നിട്ട് ഇവിടെയുള്ളവരെ ഉറങ്ങാൻ സമ്മതിക്കുമോ? ഞാനൊരു ദുസ്വപ്നം കണ്ടതാ. തോന്നി. ഏതായിരുന്നു ഇന്നലെ കാണാൻ പോയ ഫിലിം? ആദം ജോൺ. ചുമ്മാതല്ല. ഞാൻ ചാർലി. BSc ലാസ്റ്റ് ഇയറാണ്. ചങ്ക് നിവേദം പുതിയ സിനിമകളും തണുപ്പിച്ച ബിയറും പിന്നെ എൻ്റെ സ്വന്തം മാലാകക്കുട്ടിയും. അതാണ് എൻ്റെ ലൈഫ്. പിറ്റേന്ന് കോളേജിൽ പോകാൻ ബസ്സിലിരിക്കുമ്പോഴും മനസ്സിൽ നിന്ന് കറുത്തച്ഛൻ്റെ ചിത്രം വിട്ടുപോയിരുന്നില്ല. കോളേജ് ലൈബ്രറിയിൽ ഏതോ ബുക്സ് റീഡിങ്ങിലായിരുന്നു നിവേദ്. ബുക്സ് വായിക്കുമ്പോൾ പ്രളയം വന്നാലും അവൻ അറിയില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ പിന്നിലൂടെ ചെന്ന് ആ കണ്ണു പൊത്താൻ ഞാൻ തീരുമാനിച്ചു. പക്ഷെ അവൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്സിലെ ചിത്രം അതെന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഞാൻ ഇന്നലെ രാത്രിയിൽ കണ്ട അതേ കെട്ടിടം. പെട്ടെന്ന് ഞാൻ അവൻ്റെ കയ്യിൽ നിന്നും ആ ബുക്ക് പിടിച്ചു വാങ്ങിയിട്ട് ചോദിച്ചു, ഇതെങ്ങനെ ഈ കോട്ട? എന്താ ചാർലി? എനിക്കറിയാം ഈ കോട്ട. എങ്ങനെ? ഞാൻ സ്വപ്നത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം അവനെ പറഞ്ഞു കേൾപ്പിച്ചു. പക്ഷേ ഈ ചിത്രം ഒരു ആർട്ട് മാത്രമാണ് ചാർലി. പുരാതന ചിത്രങ്ങളുടെ ശേഖരത്തിൽ നിന്നും വീണ് കിട്ടിയ ഒരു ചിത്രം. സ്ഥലമോ മറ്റൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ സ്വാതി എൻ്റെ അരികിലേക്ക് നടന്നു വന്ന് ചോദിച്ചു, എന്താ ഇച്ചായ ആകെ ഒരു മൂഡ് ഓഫ്? ഞാൻ എൻ്റെ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൾ എൻ്റെ ഉള്ളംകൈയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു, സത്യത്തിൽ ആരെ അന്വേഷിച്ചാണ് ഇച്ചായൻ അവിടെ പോയത്? അത് ഞാൻ ആ മുഖം ഓർത്തെടുക്കാൻ ശ്രമിച്ചു. അത് നീയല്ലേ സ്വാതി? ഞാനോ? സ്വാതിയുടെ മുഖത്ത് അത്ഭുതവും പരിഭ്രമവും മിന്നിമറഞ്ഞു. പെട്ടെന്ന് അവിടേക്ക് സ്വാതിയുടെ കൂട്ടുകാരി വൈക നടന്നു വന്നു. ടൂർ പോകാനുള്ളവരെ മിസ് അന്വേഷിക്കുന്നുണ്ട് സ്വാതി. എവിടേക്ക് എത്തവണ ടൂറ്? ഞാൻ ആകാംക്ഷയോടെ അവളോട് ചോദിച്ചു. അത് സസ്പെൻസാണ് ചാർലി. പക്ഷേ കാളിയാർമഠം എന്നാണ് സൂചന. അവൾ ചിരിച്ചുകൊണ്ട് നടന്നു നീങ്ങി. കാളിയാർമഠം എവിടെയോ കേട്ടതുപോലെ. എൻ്റെ മനസ്സിൽ ഭീതിയുടെ വിത്തുകൾ മുളച്ചു. നീ അവിടേക്ക് പോകണ്ട സാധി. ഞാൻ പറഞ്ഞു തിരിഞ്ഞതും ലൈബ്രറിയിലെ ബുക്സ് വെച്ചിരുന്ന കൂറ്റൻ തടിയലമാര താഴേക്ക് നിലം പതിച്ചതും ഒരുമിച്ചായിരുന്നു. അലമാര താഴേക്ക് വീണതും സ്വാതി എന്നെ തള്ളി മാറ്റിയതും ഒരുമിച്ചായിരുന്നു. ഒരുപക്ഷെ വൈകിയിരുന്നെങ്കിൽ ഞാൻ അലമാരയ്ക്കടിയിൽ അകപ്പെട്ടു പോകുമായിരുന്നു. മിതമായ വായുസഞ്ചാരം പോലും പ്രവേശിക്കാത്ത രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നതായിരുന്നു ആ ലൈബ്രറി. എന്നിട്ടും കാറ്റ് വീശി ആ തടി അലമാര താഴേക്ക് വീണുവെന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു.
ഇച്ചായ, നമുക്കൊരു കോഫി കുടിക്കാം. സ്വാതിയുടെ വാക്കുകൾ എന്നെ ആ ചിന്തയിൽ നിന്നും പിൻവലിപ്പിച്ചു. കോളേജ് ക്യാൻറ്റീനിൽ നിന്നും കോഫി ഓർഡർ ചെയ്തിട്ട് എൻ്റെ മിഴികളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു, ഇച്ചായൻ എന്തിനാ ഞാൻ ടൂർ പോകുന്നതിനെ വിലക്കിയത്? അത് പിന്നെ സ്വാതി, ഇച്ചായനറിയാലോ എനിക്ക് ഫോട്ടോഗ്രാഫിയിൽ എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന്. കേട്ടിടത്തോളം ഈ കാളിയാർമഠം അല്പം വ്യത്യസ്തത നിറഞ്ഞ സ്ഥലമാണെന്ന് തോന്നുന്നു. പറ്റിയാൽ എനിക്ക് കുറച്ച് വെറൈറ്റി ഫോട്ടോസ് എടുക്കാമല്ലോ. പക്ഷേ സ്വാതി, നീ പോയാൽ എൻ്റെ ഇച്ചായ, ആകെ 5 ദിവസത്തെ പ്രോഗ്രാമല്ലേ ഉള്ളൂ, ഞാൻ പെട്ടെന്ന് തിരിച്ചു വരില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ എൻ്റെ മൂക്കിൻ തുമ്പിൽ വിരൽ അമർത്തി ചിരിച്ചു. അപ്പോഴേക്കും കാളിയാർമഠം എന്ന സ്ഥലം എൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരുന്നു. എവിടെയോ കേട്ടു മറന്ന പോലെ. ക്ലാസ് കഴിഞ്ഞ് നിവേദിൻ്റെ കാറിൻ്റെ പിന്നിലിരുന്ന് സഞ്ചരിക്കുമ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ഈ സാത്താനും കറുത്തച്ഛനുമൊക്കെ ഇപ്പോഴും ഉണ്ടാകുമോ? ഉച്ചഭാവത്തിൽ ഉറക്കി ചിരിച്ചുകൊണ്ട് അവൻ എനിക്ക് മറുപടി നൽകി. ഈ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ ചാർലി? പഴയ കാലത്തെ കുറെ കള്ളത്തരങ്ങൾ ഒളിക്കാൻ വേണ്ടി ആരോ ഉണ്ടാക്കി വെച്ച കുറെ ആചാരങ്ങൾ, അല്ലാതെ എന്താണിതൊക്കെ? ആയിരിക്കുമല്ലേ, ഞാനവന് മറുപടി നൽകി. പിന്നല്ലാതെ, ഈ ദുർമന്ത്രവാദം നടത്തുന്ന സാത്താനെയോ കറുത്തച്ഛനെയോ എൻ്റെ കയ്യിലെങ്ങാനും കിട്ടിയാൽ ആദ്യം ആ പള്ളയിൽ എൻ്റെ പിച്ചാത്തിപ്പിടി കയറ്റും. നിവേദ് പറഞ്ഞു തീർന്നതും എതിരെ ഒരു ലോറി ഞങ്ങൾക്ക് അഭിമുഖമായി വന്നതും പെട്ടെന്നായിരുന്നു. നിവേദ്, ലോറി! ഞാൻ പറഞ്ഞു തീർന്നതും നിവേദ് കാറ് വെട്ടിച്ചതും ഒരുമിച്ചായിരുന്നു. ഇവനൊക്കെ എവിടെ നോക്കിയാ ഓടിക്കണേന്ന് പറഞ്ഞുകൊണ്ട് നിവേദ് ബ്രേക്ക് അമർത്തി. പക്ഷെ കാറ് പിന്നെയും മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. ചാർലി, ബ്രേക്ക് പോയി. നിയന്ത്രണം വിട്ട കാറ് പിന്നെയും മുന്നോട്ട് നീങ്ങുമ്പോൾ എതിരെ നിന്നും വീണ്ടും ഒരു ലോറി വന്നു. നിവേദ് കാറ് വെട്ടിച്ചതും ഒരു മണൽക്കൂനയിൽ ചെന്നിടിച്ച് ഞാനും നിവേദും ഇരുവശങ്ങളിലേക്കായി തെറിച്ചു വീണു. മണൽക്കൂനയിൽ വീണതുകൊണ്ട് ഞങ്ങൾക്ക് സാരമായ മുറിവുകളൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ അടുത്തുള്ള വർക്ക്ഷോപ്പിലേക്ക് നടന്നു ചെന്നു. അവിടെ ഒരു തമിഴൻ മെക്കാനിക്കായിരുന്നു ഉണ്ടായിരുന്നത്. കാറിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല തമ്പി. അയാൾ കാറ് മുഴുവനും പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു, അണ്ണ അന്ത ബ്രേക്ക് പൊട്ടിയിരിക്കുക പാറുങ്കോ. അറിയാവുന്ന തമിഴിൽ ഞാൻ പറഞ്ഞൊപ്പിച്ചു. എന്നടാ ഇത്, നീങ്ങളെ പാറുങ്കോ, കാർക്കൊരു പ്രോബ്ലവും ഇല്ലേ? ഞങ്ങൾ അടുത്ത് ചെന്ന് സ്റ്റാർട്ടാക്കിയ ബ്രേക്ക് അമർത്തി നോക്കിയപ്പോൾ കാറിന് ഒരു പ്രോബ്ലവും ഇല്ല. ഇതെങ്ങനെ സംഭവിച്ചെന്ന ആശ്ചര്യത്തിൽ ഞങ്ങൾ മുഖാമുഖം നോക്കി. രാത്രി അത്താഴം കഴിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോഴും കറുത്തച്ഛന് ഉത്തരമില്ലാത്തൊരു ചോദ്യമായി എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നു. രാത്രിയുടെ ഏതോ യാമത്തിൽ ഞാൻ വീടിനടുത്തുള്ള അമ്പലക്കുളത്തിലേക്ക് നടന്നു. കുളത്തിൻ്റെ കൽപ്പടവുകൾ ഓരോന്നായി ഇറങ്ങിച്ചെന്ന് പച്ചപ്പായലിനാൽ മൂടപ്പെട്ട തണുത്ത വെള്ളത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോഴാണ് ആ കാഴ്ച കണ്ടത്. അവിടെ ആ കുളത്തിൻ്റെ വടക്ക് ദിശയിലെ ജലത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും കത്തിജ്വലിക്കുന്ന പ്രകാശം ഉയർന്നു വരുന്നു. അവിടേക്ക് ചെല്ലാൻ എന്നെ ആരോ പ്രേരിപ്പിക്കുന്ന പോലെ തോന്നി. ഞാൻ കുളത്തിലേക്ക് മെല്ലെ ഇറങ്ങിച്ചെന്നതും പിന്നിൽ നിന്നും ഒരു അട്ടഹാസം ഉയർന്നു കേട്ടു. പെട്ടെന്ന് എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ഞാൻ കണ്ണു തുറന്നു. ഇതും സ്വപ്നമായിരുന്നോ? ആത്മകഥം എന്നോണം ഞാൻ പറഞ്ഞു. സ്വാതിയായിരുന്നു വിളിച്ചത്. ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു. എന്താ സ്വാതി, ഇച്ചായൻ കിടന്നോ? ഇല്ല, എന്തേ? ഞാൻ വെറുതെ വിളിച്ചതാ ഇച്ചായ. ഇച്ചായനും തന്നെ വിളിച്ചില്ലല്ലോ. അത് പിന്നെ, എല്ലാ ദിവസവും സ്വാതിയെ വിളിക്കാറുണ്ടല്ലോ. ഇന്ന് എന്താണ് എനിക്ക് പറ്റിയത്? ഞാനൊക്കെ അസ്വസ്ഥനായി. നാളെ രാവിലെ പള്ളിയിൽ വരണേ ഇച്ചായ, ഞാൻ കാത്തിരിക്കാം. വരാം. ഫോൺ മാറ്റിവെച്ച് സ്വാതി പില്ലോയിലേക്ക് മുഖം അമർത്തുമ്പോൾ ജനൽപ്പാളി ശക്തമായി വന്നിരിക്കുന്ന ശബ്ദം കേട്ടു. പുറത്ത് തുലാമഴയ്ക്കുള്ള ഒരുക്കത്തിൻ്റെ മുന്നോടിയായി ശക്തമായ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. വെട്ലാമിൻ്റെ നേരിയ വെളിച്ചത്തിൽ സ്വാതി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കറുത്ത രൂപം പുറത്തേക്ക് നാവൂന്തി നിൽക്കുന്നത് കണ്ട് അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു. പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നതേയില്ല. വെപ്രാളത്തിൽ കട്ടിലിൽ നിന്നും താഴേക്ക് ഉരുണ്ടു വീണ സ്വാതി ഭിത്തിയിൽ വിരലുകൾ പരതി ബെഡ്റൂമിലെ സ്വിച്ചിട്ടപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആദ്യയോടെ ടേബിളിലെ ജഗ്ഗിൽ നിന്നും തണുത്ത വെള്ളം അവൾ വായിലേക്ക് കമഴ്ത്തി. AC-യുടെ ശീതീകരിച്ച റൂമിലായിരുന്നിട്ടും അവളുടെ മുഖത്തും കഴുത്തിലും വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ അത് തൻ്റെ തോന്നൽ മാത്രമായിരുന്നു എന്ന് അവൾക്ക് തോന്നി. ആവുന്നത്ര ധൈര്യം സംഭരിച്ച് ജനലിൻ്റെ അടുത്തേക്ക് അവൾ നടന്നെടുത്തു. ജനൽ കർട്ടൻ ഒരു കൈകൊണ്ട് മെല്ലെ നീക്കാൻ തുടങ്ങിയതും ഭിത്തിയിലിരുന്ന ഒരു പല്ലി അവളുടെ കയ്യിലേക്ക് വീണത് കണ്ട് അവൾ കുതിരി മാറി. പൊടുന്നനെ 2 അടി പിന്നിലേക്ക് വെച്ച് അവൾ റൂമിലുള്ള ഒരു പൈപ്പ് കഷ്ണം ഉപയോഗിച്ച് കർട്ടനിൽ തലങ്ങും വിലങ്ങും കുത്തി നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി. ഒരു ദീർഘ നിശ്വാസത്തിന് ശേഷം അവൾ ജനൽ കർട്ടൻ നീക്കി മാറ്റുമ്പോൾ ആ ജനൽ ഗ്ലാസിൽ കടും ചുവപ്പ് നിറത്തിലുള്ള എഴുത്തിൽ അവളുടെ മിഴികൾ ഉടക്കി. പൊടുന്നനെ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. ഇൻ നൊമീനി ഡൊമീനി ഡെ നോസ്ട്രി സാത്താനെ ലൂസിഫറെ എക്സൽസി. സ്വാതിയുടെ അലർച്ച കേട്ട് വീട്ടുകാർ ഓടി വന്നപ്പോഴേക്കും അവൾ ബോധം മറിഞ്ഞ് നിലത്തേക്ക് വീണിരുന്നു. ജഗ്ഗിലെ വെള്ളമെടുത്ത അമ്മ അവളുടെ മുഖത്തേക്ക് തളിക്കുമ്പോൾ കണ്ണു തുറന്ന് ജനൽപ്പാളിയിലേക്ക് വിരൽ ചൂണ്ടി അവൾ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. അവിടെ അവിടെ സ്വാതിയുടെ അച്ഛനും അമ്മയും അവൾ വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് നടന്നു. അവിടെ ഗ്ലാസ്സിലെ എഴുത്തിൽ അവരുടെ ദൃഷ്ടികൾ പതിഞ്ഞു. ഇൻ നൊമീനി ഡൊമീനി ഡെ നോസ്ട്രി സാത്താനെ ലൂസിഫറെ എക്സൽസി 666. സ്വാതിയുടെ അച്ഛൻ തൻ്റെ സുഹൃത്ത SI അനിരുദ്ധനെ അപ്പോൾ തന്നെ ഫോണിൽ വിളിച്ചു. അനിരുദ്ധൻ ഉടനെ തന്നെ അവിടേക്ക് വന്നു. മുറിക്കകത്ത് വീടിന് ചുറ്റും അദ്ദേഹം പരിശോധിച്ചെങ്കിലും ഒരാൾ വന്നു പോയതിൻ്റെ യാതൊരു ലക്ഷണവും അവിടെ കണ്ടില്ല. ഗ്ലാസ്സിലെ എഴുത്തു മാത്രം അപ്പോഴും ബാക്കിയായി അവശേഷിച്ചിരുന്നു. നേരം പുലർന്നിട്ട് കൂടുതൽ അന്വേഷണം നടത്താമെന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് SI അനിരുദ്ധൻ തിരിച്ച് വീട്ടിലേക്ക് പോയി.
അന്ന് രാത്രി സ്വാതി അച്ഛനും അമ്മയ്ക്കൊപ്പമായിരുന്നു ഉറങ്ങിയത്. പിറ്റേന്ന് രാവിലെ പള്ളിമുറ്റത്ത് ഞാൻ ചെല്ലുമ്പോൾ അവൾ എന്നെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഇച്ചായാന്ന് വിളിച്ചുകൊണ്ട് അവൾ എൻ്റെ അരികിലേക്ക് ഓടി വന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു കലങ്ങിയിരുന്നു. എന്ത് പറ്റി സ്വാതി? തലേ ദിവസം രാത്രി നടന്ന കാര്യങ്ങൾ അവൾ എന്നെ പറഞ്ഞു കേൾപ്പിച്ചു. അതാരെങ്കിലും തന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. എസ് ഐ അനിരുദ്ധനങ്കിൽ വന്നിരുന്നു. പക്ഷെ അവിടേക്ക് ആരും വന്നതായി കണ്ടെത്താൻ സാധിച്ചില്ല. എങ്കിൽ പിന്നെ ഒന്നും പേടിക്കണ്ട, സാറ് കണ്ടുപിടിച്ചോളും. കോളേജിൽ നിന്നും നിനക്ക് ടൂർ പോകേണ്ടത് ഇന്ന് വൈകിട്ടല്ലേ? വിഷയം മാറ്റാൻ വേണ്ടി ഞാൻ ചോദിച്ചു. ഞാൻ പോകുന്നില്ല ഇച്ചായ. എന്തേ പോകാതെ? പിന്നെ ഞാൻ ഇച്ചായനിൽ നിന്നും അകന്നു പോകും പോലെ ഒരു തോന്നൽ. എൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് അവൾ പറഞ്ഞത്. ഇത്രയും ധൈര്യമേ ഉള്ളൂ എൻ്റെ മാലാക കുട്ടിക്ക്? ജേർണലിസ്റ്റ് ആവണം, ഫോട്ടോഗ്രാഫി പഠിക്കണമെന്നൊക്കെ പറയാറുള്ള പുലിക്കുട്ടിയുടെ ധൈര്യം ഒറ്റ നിമിഷം കൊണ്ട് ഒലിച്ചില്ലാതായോ? പറഞ്ഞുവിടാൻ മനസ്സിന് ഇഷ്ടമില്ലാതിരുന്നിട്ടും സ്വാതിക്ക് ധൈര്യം പകരാൻ തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് പിന്നെ ഇച്ചായനും കൂടി വന്നിരുന്നെങ്കിൽ. അതെങ്ങനെയാ മോളെ? നമ്മുടെ 2 ഡിപ്പാർട്ട്മെൻ്റായി പോയില്ലേ, നിനക്കും അറിയാവുന്നതല്ലേ. ഇച്ചായം വരൂ. സ്വാതി എന്നെയും കൂട്ടി പള്ളിയുടെ ആൾത്താരയ്ക്ക് മുന്നിൽ ചെന്നു. ഒരു കൂടി മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. ഓരോ തിരി കത്തിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ എൻ്റെ നേർക്ക് തന്നെയായിരുന്നു. എൻ്റെ ഇച്ചായനോടൊപ്പം ഈ ജന്മം മുഴുവനും കഴിയാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ മാതാവേ. ആ സമയം സ്വാതിയുടെ കാതിൽ ഞാൻ മെല്ലെ പറഞ്ഞു, നിന്റെ ഇച്ചായനൊരിക്കലും ഈ നമ്പൂതിരി പെണ്ണിനെ വിട്ടു പോകില്ലടാ. കോളേജിൽ നിന്നും ടൂർ പോകാനുള്ള ബസ്സിൽ എല്ലാവരോടൊപ്പം സ്വാതിയും കയറിയിരുന്നു. സൈഡ് വിൻഡോയിൽ നിന്നും അവൾ എന്നെ തന്നെ നോക്കി നിൽക്കുമ്പോൾ ടൂർ പോകാൻ നിർബന്ധിക്കേണ്ടിയിരുന്നില്ലെന്ന് എനിക്ക് തോന്നി. തിരികെ നടക്കുമ്പോൾ അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകും പോലെ മനസ്സ് പറഞ്ഞു. ആ ഗ്ലാസ്സിൽ എന്തായിരുന്നു എഴുതിയത്? നിവേദിന്റെ ചോദ്യം എന്നെ സംശയത്തിലായെത്തി. നമുക്കൊന്ന് അവളുടെ വീട് വരെ ഒന്ന് പോയാലോ? ശരി, വണ്ടിയെടുക്ക്. ഞാനും നിവേദും അവിടേക്ക് ചെല്ലുമ്പോൾ എസ് ഐ അനിരുദ്ധൻ സാറും സ്വാതിയുടെ അച്ഛനും മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ സെമിനാർ ചാർട്ട് എടുക്കാനാണെന്ന വ്യാജേന അവളുടെ മുറിയിലേക്ക് ചെന്നു. മുകളിലെ നിലയിലായിരുന്നു അവളുടെ ബെഡ്റൂം. പടവുകൾ കയറി ഞങ്ങൾ റൂമിലെത്തി. ജനൽ ഗ്ലാസ്സിലെ എഴുത്തിൽ ആകാംക്ഷയോടെ ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ അനിരുദ്ധൻ സാർ അവിടേക്ക് നടന്നു വന്നു. ഇവിടെ എന്താ ഒരു ചിട്ടിക്കളി? നിവേദിന്റെ മുഖത്തേക്ക് നോക്കി നെറ്റി ചുളിച്ചുകൊണ്ട് സാറ് ചോദിച്ചു. ഒന്നുമില്ല, അല്പം പതറിയ സ്വരത്തിൽ അവൻ പറഞ്ഞു. നിന്നെ കണ്ടാലൊരു കള്ള ലക്ഷണമുണ്ടല്ലോ. സാർ അല്പം കൂടി അടുത്തേക്ക് വന്നു. പെട്ടെന്ന് ഞാൻ അവൻ്റെ മുന്നിലേക്ക് കയറി നിന്ന് പറഞ്ഞു, സാർ സ്വാതി ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇന്നലെ നടന്ന കാര്യം അവൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഇവിടെ കിടന്ന് അധികം കറങ്ങണ്ട, അതൊക്കെ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. മക്കൾ വേഗം ചാർട്ട് എടുത്ത് സ്ഥലം വിടാൻ നോക്ക്. ഞാനും നിവേദം പെട്ടെന്ന് തന്നെ അവിടെ നിന്നും താഴേക്കിറങ്ങി. പടവുകൾ ഇറങ്ങി വരുമ്പോൾ താഴെ ഒരു മുറിയിൽ നിന്നും ശബ്ദം കേട്ട് ഞാൻ അവിടേക്ക് നോക്കി. അപ്പോഴേക്കും നിവേദനെ മറികടന്ന് മുന്നോട്ട് പോയിരുന്നു. പാതിചാരിയ വാതിലിന്റെ ഉള്ളിലൂടെ ഞാൻ അകത്തേക്ക് നോക്കുമ്പോൾ സ്വാതിയുടെ മുത്തശ്ശിയായിരുന്നു അത്. പ്രായമേറിയ മുത്തശ്ശി കട്ടിലിൽ ഓർമ്മ നഷ്ടപ്പെട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് നാളെയേറെയായിരുന്നു. ഞാൻ എൻ്റെ മുഖം വാതിലിനോട് അടുപ്പിച്ചപ്പോൾ മുത്തശ്ശിയുടെ തീക്ഷ്ണമായ നോട്ടം എന്നിൽ വന്ന് പതിച്ചു. അനർത്ഥം, കൈവിട്ട് കളഞ്ഞല്ലേ. വരുന്ന ധനുമാസത്തിലെ രോഹിണി തികച്ചില്ല, സർവനാശം. മുത്തശ്ശി ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? അതറിയാൻ വാതിൽ ഞാൻ മലർക്കെ തുറന്നതും മുത്തശ്ശിയുടെ മുറിയിൽ നിന്നും ഒരു നാഗം അതിവേഗം ഇഴഞ്ഞ് ജനൽ കൈവരിയിലൂടെ പുറത്തേക്ക് നീങ്ങി. പെട്ടെന്ന് മേലെ നിന്നും അനിരുദ്ധൻ സാറിന്റെ ശബ്ദം കേട്ടതും ഞാൻ അവിടെ നിന്നും ഇറങ്ങി നിവേദിന്റെ ഒപ്പം വീട്ടിലേക്ക് യാത്ര തിരിച്ചു. കോളേജ് ബസ് കാളിയാർ മഠത്തിൽ നിന്നും 1 കിലോമീറ്റർ ഇപ്പുറമുള്ള ലോഡ്ജിന്റെ സമീപം കൊണ്ടുപോയി പാർക്ക് ചെയ്തു. സ്വാതിയും വൈകിയും ബാഗുമായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മിസ് വന്ന് എല്ലാവരോടായി പറഞ്ഞു, ഫുഡിനും താമസത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഇവിടെയാണ്. ഇന്ന് റെസ്റ്റ് എടുത്ത് നാളെ രാവിലെ കാളിയാർ മഠത്തിലേക്ക് പോകാം. സ്വാതിയും വൈകിയും കുളിച്ച് ഫ്രഷായി ഫുഡ് കഴിച്ച് അന്നത്തെ നിദ്ര പുലുകി. പിറ്റേന്ന് രാവിലെ മിസ്സിനൊപ്പം അവർ കാളിയാർ മഠത്തിലേക്ക് തിരിച്ചു. പഠന സംബന്ധമായ ടൂർ ആയതുകൊണ്ട് തന്നെ എൻജോയ്മെന്റിനുള്ള ഒന്നും ഉണ്ടാകില്ലെന്ന് സ്വാതിക്കും കൂട്ടുകാർക്കും അറിയാമായിരുന്നു. കാളിയാർ മഠത്തിൽ കയറിയപ്പോൾ എക്സിബിഷൻ ഹാളിൽ കയറിയ പ്രതീതിയായിരുന്നു സ്വാതിക്കും വൈകിക്കും. കാളിയാർ മഠം എന്ന പേര് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നിഗൂഢമായ ഏരിയയാണെന്ന്. ഇത് നമ്മുടെ ലാബ് പോലെ തന്നെയല്ലേ സ്വാതി? വൈകിയുടെ ചോദ്യത്തിന് അതേ എന്ന അർത്ഥത്തിൽ അവൾ തലയാട്ടി. തൻ്റെ ക്യാമറയിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റിയ ഒന്നും തന്നെ അവിടെ നിന്നും ലഭിക്കാത്ത നിരാശയിൽ സ്വാതി 3 ദിനം പിന്നിട്ടു. 4-ാം ദിനം മിസ്സിനൊപ്പം കാളിയാർ മഠത്തിന് തെക്കുവശത്തുള്ള ഒരു റൂമിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ നടന്നു. പെട്ടെന്ന് അവിടേക്ക് നല്ല ഉയരമുള്ളൊരു കറുത്ത വസ്ത്രധാരി കടന്നു വന്നു. പ്രവേശനവാതിലിൽ കൈകൊണ്ട് വിലക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു, ഇവിടെ ആർക്കും പ്രവേശനമില്ല. ദിശ മാറി അടുത്ത സ്ഥലത്തേക്ക് നടന്നു നീങ്ങുമ്പോൾ സ്വാതിയുടെ നോട്ടം ആ കറുപ്പുധാരിയിലായിരുന്നു. അയാളുടെ പൂച്ചക്കണ്ണുകൾ ആരെയും ഭയപ്പെടുത്തുന്നതായിരുന്നു. നടക്കുന്തോറും താൻ ചവിട്ടുന്ന ഭാഗത്തെ നേരിയ പ്രകമ്പനം കേൾക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവിടെ തുറന്നു കാണാൻ അവളുടെ മനസ്സ് വല്ലാതെ കുതിച്ചിരുന്നു. അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള ആകാംക്ഷ അവളുടെ മനസ്സിൽ തറഞ്ഞു നിന്നു. ഇടവേളയിൽ എപ്പോഴും സ്വാതി വിലക്കപ്പെട്ട മുറിക്ക് സമീപം ചെന്നു. അതിൻ്റെ പിൻഭാഗത്ത് നിന്നും കറുത്ത പുക ഉയരുന്നത് കണ്ട് അവൾ തൻ്റെ ക്യാമറ ഓണാക്കി. അവൾ കുറച്ചുകൂടി അടുത്ത് ചെന്ന് ഭിത്തിയിൽ കാത് ചേർത്ത് വെച്ചതും പിന്നിൽ നിന്നും ശക്തമായ ഒരു കൈപ്പത്തി വന്ന് അവളുടെ ചുമരിൽ പതിച്ചു. മിസ്സായിരുന്നു അത്. നിന്നോട് ഈ ഭാഗത്തേക്ക് വരാൻ ആര് പറഞ്ഞു? ദേഷ്യത്തോടെ മിസ് ചോദിച്ചു. ഞാൻ വെറുതെ. മിസ്സിന്റെ നാവിൽ നിന്നും കൂടുതൽ ചീത്ത കേൾപ്പിക്കാതെ വൈക വന്ന അവളെ എവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി. രാത്രി അത്താഴത്തിന് മുമ്പ് മിസ് എല്ലാവരെയും വിളിച്ചുകൂട്ടി.
നമ്മുടെ സ്റ്റഡി ടൂർ ഇന്നുകൊണ്ട് അവസാനിച്ചിരിക്കുന്നു. നാളെ രാവിലെ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കോളൂ. അന്ന് രാത്രി വൈകിയോട് തന്റെ സംശയം അവൾ തുറന്നു കാട്ടി. ആ റൂമിന്റെ ഉള്ളിൽ എന്തായിരിക്കും? അതിന്റെ ഉള്ളിൽ എന്താണെങ്കിലും നമുക്കെന്താ, നീ ഉറങ്ങാൻ നോക്ക്. ഉറക്കത്തിന്റെ ആലസ്യത്തിൽ തിരിഞ്ഞു കിടന്നുകൊണ്ട് വൈഗ പറഞ്ഞു. നേരം വെളുത്തപ്പോൾ മിസ്സിന്റെ റൂമിലേക്ക് വൈഗ ഓടി വന്നുകൊണ്ട് പറഞ്ഞു, മിസ്സേ സ്വാതിക്കെന്ത് പറ്റി? സ്വാതിയെ കാണുന്നില്ല. നീ ശരിക്കും നോക്ക്, അവിടെ എവിടെയെങ്കിലും കാണും. ഞാൻ എല്ലായിടത്തും നോക്കി മിസ്സേ, അവളെ ഒരിടത്തും കാണുന്നില്ല. പിന്നെ സ്വാതി അവിടെ പോയി? ഈ സമയം ഇരയെ കിട്ടിയ ആവേശത്തിൽ ചെന്നായ്ക്കൾ ഓരിയിടുന്ന ദുസ്വപ്നം കണ്ട് ഞാൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു. ദുസ്വപ്നം കണ്ട് ചാടി എഴുന്നേറ്റ് ഞാൻ ഒരു ഭ്രാന്തനെ പോലെ റൂമിന്റെ ഉള്ളിലൂടെ തലങ്ങും വിലങ്ങും നടന്നു. സ്വാതിയെ എന്ന് വിളിക്കാൻ മനസ്സൊരുപാട് ആഗ്രഹിച്ചെങ്കിലും അവളുടെ മൊബൈൽ വീട്ടിൽ വെച്ച് പോയെന്ന തിരിച്ചറിവിൽ ഞാൻ നിരാശയോടെ വന്നു കിടന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം വരാതായപ്പോൾ വീണ്ടും മനസ്സിലേക്ക് ജനൽ ഗ്ലാസ്സിലെ എഴുത്തറിയാതെ കടന്നു വന്നു. അവിടെ വരെ ഒന്നുകൂടി പോകാൻ എൻ്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ബൈക്ക് സ്റ്റാർട്ടാക്കി ആരും കാണാതെ സ്വാതിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഞാൻ അവിടെ എത്തുമ്പോൾ മുത്തശ്ശിയുടെ മുറിയിൽ മാത്രം ലൈറ്റ് തെളിഞ്ഞു കിടക്കുന്നത് കാണാമായിരുന്നു. ഞാൻ പതിയെ വീടിന്റെ പുറത്തുകൂടെ നടക്കുമ്പോൾ മുത്തശ്ശിയുടെ മുറിയുടെ ജനൽപ്പാളി തുറന്നു കിടക്കുന്നത് കണ്ടു. ഞാൻ അതിലൂടെ അകത്തേക്ക് നോക്കിയതും മുത്തശ്ശി എൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചതും ഒരുമിച്ചായിരുന്നു. കുതിറി മാറാൻ ഞാൻ ശ്രമിച്ചിട്ടും അവിടെ നിന്നും ഒരു ഇഞ്ച് പോലും എനിക്ക് അനങ്ങാൻ സാധിച്ചില്ല. നീ അവളെ വിട്ടുകളഞ്ഞില്ലേ? എന്തിനാ അങ്ങനെ ചെയ്തേ? മുത്തശ്ശി കണ്ണു തുറപ്പിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു. ഞാൻ മറുപടി പറയാനാവാതെ എൻ്റെ ശബ്ദം തൊണ്ടയിൽ തന്നെ തങ്ങി നിന്നു. വരുന്ന ധനുമാസത്തിലെ രോഹിണി നാൾ, അവൾക്ക് 20 വയസ്സ് തികയുന്നു. നിനക്കറിയില്ലേ? ഒന്നും മനസ്സിലാക്കാത്തവനെ പോലെ മുത്തശ്ശി പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടേയിരുന്നു. ജന്മരാശിയിൽ 7-ാം ഭാവത്തിൽ ശനി നിലകൊള്ളുമ്പോൾ 20 തികയും മുമ്പ് അപമൃത്യുവാണ് ഫലം. അറിയില്ലേ നിനക്ക്? 15 ദിവസങ്ങൾ കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ അവൾ അതിനെ അതിജീവിച്ച് ഈ ഭൂമിയിൽ സുഖമായി ജീവിച്ചേനെ. അവളെ മൃത്യുവിന് വിട്ടുകൊടുത്ത നിനക്ക് മരണമാണ് ശിക്ഷ. മുത്തശ്ശി എന്നെ പുറത്തേക്ക് ശക്തിയായി തള്ളിവിടുമ്പോൾ മുറ്റത്തേക്ക് തെറിച്ചു വീണു. ഞാൻ ഉടനെ ചാടി എഴുന്നേറ്റ് ബൈക്കിൽ കയറി ഞാൻ തിരികെ മടങ്ങി. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? കിടപ്പിലായ മുത്തശ്ശി എങ്ങനെയാണ് എഴുന്നേറ്റ് വന്നത്? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. സ്വാതി ഒന്ന് വേഗം വന്നിരുന്നെങ്കിൽ എൻ്റെ മനസ്സ് ആഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ മുതൽ കോളേജ് ബസ് കാത്ത് ഗ്രൗണ്ടിൽ നിൽക്കുകയായിരുന്നു ഞാൻ. ബസ്സിൽ നിന്നും ഓരോ വിദ്യാർത്ഥി ഇറങ്ങുമ്പോഴും എൻ്റെ കണ്ണുകൾ പരതിയിരുന്നത് സ്വാതിയെ ആയിരുന്നു. മൗനത്താൽ തല കുമ്പിട്ട് നിൽക്കുന്ന വൈകിയുടെ മുന്നിലേക്ക് ഞാൻ ഓടിയെത്തുമ്പോൾ അവളുടെ മറുപടി എൻ്റെ മനസ്സിലെ ഭയത്തെ ഇരട്ടിപ്പിച്ചു കളഞ്ഞു. സ്വാതിയെ കാണാനില്ല എന്ന വാർത്ത ഞെട്ടലോടെയാണ് എൻ്റെ കാതുകളിൽ വന്നു പതിച്ചത്. പോലീസ് അന്വേഷിക്കുന്നുണ്ട് ചാർലി, ഉടനെ അവളെ കണ്ടെത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്നെ ആശ്വസിപ്പിക്കാനെന്ന വണ്ണം അവൾ പറഞ്ഞു. കുറെ നേരത്തെ മൗനത്തിന് ശേഷം ഞാൻ അവളോട് ചോദിച്ചു, അവിടെ ശരിക്കും എന്താ സംഭവിച്ചേ? കാളിയാർ മഠത്തിൽ നടന്ന കാര്യങ്ങൾ അവൾ എന്നെ വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. ഇവിടെയുള്ള സ്റ്റേഷനിൽ മിസ് പരാതി നൽകിയിട്ടുണ്ട് ചാർലി. വൈകിയോട് മറുപടിയൊന്നും പറയാതെ ഞാൻ തിരികെ നടന്നു. എൻ്റെ സ്വാതിക്ക് എന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു. മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. അന്വേഷണം 3 ദിവസം പിന്നിട്ടിട്ടും സ്വാതിയുടെ തിരോധാനത്തെക്കുറിച്ച് യാതൊരു തുമ്പും കിട്ടിയില്ല. ഒടുവിൽ കാളിയാർ സ്റ്റേഷനിലേക്ക് ഞാൻ നിവേദിനെയും കൂട്ടി പുറപ്പെട്ടു. അവിടെയുള്ള SIയുടെ വെളിപ്പെടുത്തൽ ഞങ്ങളെ ഞെട്ടിക്കുന്നതായിരുന്നു. മിസ്റ്റർ ചാർലി, ഇത് ആദ്യത്തെ മിസ്സിംഗ് കേസല്ല ഈ മാസം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 3ാമത്തെ പെൺകുട്ടിയാണ് കാണാതായിരിക്കുന്നത്. അതും സ്വാതിയുടെ അതേ പ്രായമുള്ള 2 പെൺകുട്ടികൾ. പക്ഷെ എന്തുകൊണ്ടാണ് പ്രതിയെ കണ്ടെത്താൻ സാധിക്കാത്തത്? ഇതൊരു സാധാരണ കേസല്ല ചാർലി. ഇതിന്റെ പിന്നിൽ ഒരാളാണോ ഒരു ഗ്യാങ് ആണോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങൾ അറിയിക്കാം. പ്ലീസ് യു ക്യാൻ ഗോ. സ്റ്റേഷന് സമീപമുള്ള ഒരു പഴയ ചായക്കടക്ക് മുന്നിൽ ബെഞ്ചിൽ ഞങ്ങളിരുന്നു. നീ തിരിച്ചു പോയിക്കോ നിവേദേ. പോലീസ് അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ സാധിക്കാത്തത് നീ എങ്ങനെ കണ്ടുപിടിക്കും? നഷ്ടമായത് എനിക്കല്ലേ, എന്തെങ്കിലും വഴി കാണാം. നീ വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ആലോചിച്ച് എന്തെങ്കിലും ചെയ്യാം. ഇല്ല, എൻ്റെ സ്വാതിയെ കണ്ടെത്താതെ ഞാൻ മടങ്ങി വരില്ല. ഞങ്ങൾ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് കോൺസ്റ്റബിൾ രാഘവൻ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ടായിരുന്നു. ചായയുടെ കാശ് കൊടുത്ത ശേഷം രാഘവൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. മക്കളിങ്ങ് വന്നേ. കുറച്ചു മാറി നിന്ന ശേഷം രാഘവൻ പറഞ്ഞു, ഈ തിരോധാനം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇതിന്റെ പിന്നിൽ കൊലയാളിയോ കിഡ്നാപ്പ് ചെയ്ത് പണം ആവശ്യപ്പെടുന്നവരോ അല്ല. പിന്നെ ഞാൻ പറയുന്ന കാര്യം മറ്റാരും അറിയരുത്. ഇതിന്റെ പിന്നിൽ ഒരു വലിയ ശക്തി തന്നെയുണ്ട്. ബ്ലാക്ക് മാജിക് എന്ന് കേട്ടിട്ടുണ്ടോ? തിന്മകളുടെ ഒരു വലിയ കൂട്ടായ്മയാണ് ഇതിന്റെ പിന്നിൽ. പക്ഷെ ഇവിടുത്തെ ഭരണകൂടത്തിന് അവരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതെന്താ? കാരണം ഇത് സാധാരണ മനുഷ്യരല്ല. ദുർമന്ത്രവാദം ചെയ്യുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതുപോലൊരു വിഭാഗം. അപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞതോ? അങ്ങനെ പറയാൻ ഇവിടുത്തെ പോലീസിന് പോലും സാധിക്കൂ. അപ്പോൾ എൻ്റെ സ്വാതി, അവളെ എനിക്ക് ഒരിക്കലും കണ്ടെത്താൻ സാധിക്കില്ലേ? എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ നിങ്ങളെ സഹായിക്കാൻ പറ്റിയ ഒരാളെ നിലവിലുള്ളൂ, ഫാദർ റൊസാരിയോ. അദ്ദേഹം എവിടെയാണുള്ളത്? ഞാൻ അദ്ദേഹത്തിന്റെ അഡ്രസ്സ് തരാം. നിങ്ങൾ അവിടേക്ക് ചെന്ന് അന്വേഷിക്കൂ. ഒരുപക്ഷെ ഫാദറിന് നിങ്ങളെ സഹായിക്കാൻ സാധിച്ചേക്കും. ഫാദർ റൊസാരിയോ? മനസ്സിൽ വീണ്ടും വീണ്ടും ഉരുവിട്ടുകൊണ്ടേയിരുന്നു ആ പേര്. ഞാനും നിവേദം എത്രയും വേഗം ഫാദറിനെ കാണാനായി സെന്റ് സേവിയേഴ്സ് ചർച്ചിലേക്ക് പുറപ്പെട്ടു. പള്ളിമേടയുടെ സമീപം ബൈക്ക് നിർത്തി ഞങ്ങൾ ഇറങ്ങിച്ചെന്നു.
കപ്പ്യാരെ കണ്ട് ഞങ്ങൾ ആഗമനോദ്ദേശം അറിയിച്ചു. ഫാദർ 3 മാസമായി കിടപ്പിലാണല്ലോ മക്കളെ, ഞങ്ങൾക്കൊന്ന് കാണാൻ സാധിക്കുമോ? കാണുന്നതിൽ തെറ്റില്ല, അകത്തേക്ക് വരൂ. ഫാദറിന്റെ കട്ടിലിന്റെ സമീപമുള്ള ചെയറിൽ ഞാനിരുന്നു. ഫാദറിന്റെ കൈവെള്ളയിൽ മുത്തം വെച്ചുകൊണ്ട് ഞാൻ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാം കേട്ടതിന് ശേഷം ഫാദർ ഒന്ന് അമർത്തി മൂളി. അറിഞ്ഞിടത്തോളം ഇത് വളരെയധികം സങ്കീർണത നിറഞ്ഞ വിഷയമാണ്. ഇതിന് പ്രതിവിധി കണ്ടെത്തുക എളുപ്പമല്ല. ഫാദർ, എന്തെങ്കിലും ഒരു വഴി? ദയയോടെ ഞാൻ ചോദിച്ചു. അവനൊരു പക്ഷേ. വാക്കുകൾ മുഴിപ്പിക്കാനാവാതെ ഫാദർ ചുമച്ചുകൊണ്ടിരുന്നു. ഫാദർ കൈകൊണ്ട് കപ്പ്യാരോട് എന്തോ ആംഗ്യം കാണിച്ചു. ഫാദറിന് അധികം സംസാരിക്കാൻ കഴിയില്ല കുട്ടികളെ, നിങ്ങളിങ്ങ് പോരെ. നിരാശയോടെ തിരികെ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഫാദർ അവസാനം പറഞ്ഞ വാക്കിൽ പ്രതീക്ഷ മുളച്ചത്. ഫാദർ പറഞ്ഞു നിർത്തിയ അവൻ. അതാരാ കപ്പ്യാരെ? ഫാദർ പറഞ്ഞ അവൻ. അതൊരു സൈക്കോയാണ്. സൈക്കോയോ? ഡോക്ടർ കാർത്തിക് സേവ്യർ, ഫാദറിന്റെ ശിഷ്യൻ. അദ്ദേഹം ഏത് ചർച്ചിലെ വൈദികനാണ്? അദ്ദേഹം വൈദികനൊന്നുമല്ല, പാതി ഹിന്ദു പാതി ക്രിസ്ത്യൻ. ഓ, ഡോക്ടറാവുമല്ലേ? അയാൾ ഡോക്ടറല്ല, പിന്നെ? അതവൻ സ്വയം വിശേഷിപ്പിക്കുന്നതാണ്. കപ്പ്യാരുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. അവന്റെ കണ്ണിൽ രോഗിയുടെ മരുന്ന് കണ്ടുപിടിക്കുന്നവനും പ്രതിയെ കുറ്റവിമുക്തനാക്കുന്ന വക്കീലും കള്ളനെ പിടിക്കുന്ന പോലീസും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നവരെല്ലാം ഡോക്ടറാണ്. ഗവേഷണമാണ് അവന്റെ മെയിൻ ഹോബി. കപ്പ്യാർ പറഞ്ഞത് കേട്ട് ഞാനും നിവേദും മുഖത്തോട് മുഖം നോക്കി. ഭദ്രകാളി ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള ആൾത്തറയിൽ സായാഹ്നങ്ങളിൽ അദ്ദേഹം വരാറുണ്ട്. അവന് നിങ്ങളെ സഹായിക്കാൻ സാധിച്ചേക്കും. ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ പിന്നിലിരുന്ന നിവേദ പറഞ്ഞു. കപ്പ്യാർ പറഞ്ഞത് വെച്ച് നോക്കിയാൽ അദ്ദേഹം ഒരു സൈക്കോ തന്നെ. ഇങ്ങനെ ഒരാളെ ഈ സമയം കണ്ടെത്തുന്നത് കൊണ്ട് നമുക്ക് വല്ല പ്രയോജനവും കിട്ടുമോ ചാർലി? നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ല ചങ്കേ. പോലീസ് പോലും കൈവിട്ട ഈ സമയത്ത് എൻ്റെ സ്വാതി അവൾക്ക് വല്ലതും ഓർക്കുമ്പോൾ നെഞ്ചു വിങ്ങുന്ന പോലെ തോന്നി. ആൾത്തറയിൽ ആകാശത്തേക്ക് നോക്കി കറുപ്പ് വസ്ത്രം ധരിച്ച് കഴുത്തിൽ കുരിശുമാലയും നെറ്റിയിൽ ചന്ദനക്കുറിയും കയ്യിൽ ആത്മീയതയുടെ പുസ്തകവുമായി കാണപ്പെട്ട ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ഞങ്ങൾ ചെന്നു. അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ഭ്രാന്തി തള്ളയുടെ പിഞ്ഞാണത്തിൽ നിന്നും ചോറുള്ള മേടിച്ച് കഴിക്കുകയായിരുന്നു അയാൾ. വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് ഈ പിച്ചച്ചോറ് വാരി തന്നെ നാണമില്ല ഇയാൾക്ക്, നിവേദന്റെ കാതിൽ പറഞ്ഞു. സംയമനം പാലിക്കാൻ മുന്നറിയിപ്പ് നൽകി ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. ആൾത്തറയിൽ നിന്ന് താഴേക്ക് പതിയെ ഇറങ്ങി വന്നുകൊണ്ട് നിവേദിന്റെ മുഖത്തേക്ക് നോക്കി അയാൾ പറഞ്ഞു. തത്വമസി, വിശക്കുന്നവന് അന്നം തരുന്നവർ ആരാണോ അവനാണ് ഈശ്വരൻ. അപ്പോൾ ഈശ്വരന്റെ ഭക്ഷണം എനിക്ക് കഴിച്ചുകൂടെ സഹോദര? നിവേദിന്റെ മുഖം വെട്ടിവിയർത്തു. അവൻ പറഞ്ഞത് ഇയാൾ എങ്ങനെ കേട്ടുവെന്നായിരുന്നു അവന്റെ ചിന്ത. കപ്പ്യാർ വിളിച്ചിരുന്നു, നിങ്ങൾ വരുമെന്ന് പറഞ്ഞു. സ്വാതിയെ കാണാതായിട്ട് ഇപ്പോൾ എത്ര ദിവസമായി? 9 ദിവസം. സ്വാതിയെക്കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത് ചാർലി. സ്വാതിയെ കാണാതാകുന്നതിന് മുമ്പുള്ള 1 മാസത്തെ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? ഞാൻ നടന്ന കാര്യങ്ങളെല്ലാം കാർത്തിക് സേവ്യറെ പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാം കേട്ടതിന് ശേഷം മുൻപിലേക്ക് 2 ചുവടുകൾ വെച്ചിട്ട് പിന്തിരിഞ്ഞു നിന്ന് കാർത്തി എന്നോട് ചോദിച്ചു, അന്ന് രാത്രി നടന്ന ഇൻസിഡന്റിൽ ജനൽ ഗ്ലാസിൽ എന്തായിരുന്നു എഴുതിയത്? എന്താണെന്ന് കൃത്യമായി ഓർക്കുന്നില്ല. അതിന്റെ അവസാനം 666 എന്ന നമ്പർ രേഖപ്പെടുത്തിയിരുന്നു. ഇൻ ന്യൂമോണിയ ഡൊമോണിയ ഡി നോസ്ട്രി സാത്താനെ ലൂസിഫറെ എക്സൽസി എന്നായിരുന്നു എഴുതിയത്. അതെ. പിന്നിലെ നീളം തലമുടി ഇടത് കൈയാൽ കോർത്തു വലിച്ചുകൊണ്ട് കാർത്തി അരിശത്തോടെ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, ബ്ലാക്ക് മാസ് അഥവാ കറുത്ത കുർബാന. വാട്ട്? എന്താണ്? കാർത്തിക് സേവ്യർ പറഞ്ഞത് മനസ്സിലാകാതെ ഞങ്ങൾ വീണ്ടും ചോദിച്ചു. ബ്ലാക്ക് മാസ് എന്ന് വെച്ചാൽ എന്താ? പറയാം. അതിനു മുമ്പ് ചാർലി ഈ ആൽമരത്തിന്റെ ചുവട്ടിൽ കുറച്ചു സമയം ഇരിക്കും. കാർത്തി നിവേദനയും കൂട്ടി പതിയെ അവിടെ നിന്ന് നടന്നു. അല്പസമയത്തിന് ശേഷം തിരിച്ചു വന്നിട്ട് കാർത്തി പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഓസോൺ പുറന്തള്ളപ്പെടുന്ന ആൽമരമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടിയും ഇവിടെ ഇരുന്നാൽ ലഭിക്കുമെന്നാണ് ശാസ്ത്രം. ഇനി പറയൂ, സ്വാതി അന്ന് രാത്രി കാളിയാർ മഠത്തിലേക്ക് പോയി കാണുമോ? ഇല്ല, ഞാൻ തറപ്പിച്ചു പറഞ്ഞു. കാരണം സ്വാതി ഇവിടെ നിന്ന് ടൂർ പോകുമ്പോൾ തന്നെ ഭയത്തിലായിരുന്നു. അന്ന് രാത്രിയിലെ ഇൻസിഡന്റ് മൂലം ഇച്ചായന്റെ അരികിൽ ഓടിയെത്താമെന്ന് പറഞ്ഞു പോയവൾ ഒരിക്കലും ആ രാത്രി അങ്ങനെ ഒരു സാഹസത്തിന് മുതിരില്ല. കറക്റ്റ്. പക്ഷേ തന്നെ ആകർഷിക്കാൻ സാധിക്കുന്നതോ തന്റെ ജീവനോളം പ്രിയപ്പെട്ടതോ അവിടെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അവൾ പോയേക്കാമല്ലേ? ഡോക്ടർ എന്താ ഉദ്ദേശിച്ചത്? പറയാം. എനിക്ക് കാളിയാർമഠം വരെ ഒന്ന് പോകണം. അതിനു മുമ്പ് സ്വാതിയുടെ കൂട്ടുകാരി വൈഗയുമായി ഒന്ന് സംസാരിക്കണം. അതിനെന്താണ് വഴി? ഞാനിപ്പോൾ തന്നെ ഫോണിൽ വിളിച്ചു തരാം. ഞാൻ ഫോണെടുത്ത് വൈഗയുടെ നമ്പർ ഡയൽ ചെയ്തു. കാർത്തി വൈഗയുമായി എന്തൊക്കെയോ സംസാരിച്ചതിനു ശേഷം ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഇന്ന് രാത്രി 9 മണിക്ക് സെന്റ് സേവിയേഴ്സ് ചർച്ചിലെ സെമിത്തേരിയിൽ ഞാൻ വരും. ബാക്കിയെല്ലാം അവിടെ വെച്ച് പറയാം. ഓക്കെ. തിരികെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ നിവേദ സംശയത്തോട് ചോദിച്ചു, ഇവിടെ നല്ല ലോഡ്ജുകളും പാർക്കുകളും ഉള്ളപ്പോൾ ഇയാളെന്തിനാ സെമിത്തേരിയിലേക്ക് വരാൻ പറഞ്ഞ്? അറിയില്ല. ശരിക്കും ഇയാളാണോ ഇനി സാത്താൻ? നിനക്ക് പേടിയുണ്ടോ? ഏയ്, കുറച്ച്. എങ്കിൽ പേടിക്കണം ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ. അയാളുടെ കൂടെ കൂടി നീയും സൈക്കോയായോ? തിരിച്ചു പുഞ്ചിരിക്കുകയല്ലാതെ ഞാൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. സമയം രാത്രി 9 മണി. സെമിത്തേരിയിൽ ഞാനും നിവേദം കാർത്തിക് സേവരെ കാത്തിരിക്കുന്നു. രാത്രി പതിയെ കനത്തു തുടങ്ങിയിരുന്നു. കുറച്ചകലെ ഒരു മങ്ങിയ പ്രകാശത്തിൽ തെളിഞ്ഞു കിടക്കുന്ന വഴിവിളക്ക് മാത്രം. സെമിത്തേരിയിലെ കല്ലറയ്ക്ക് മേലെ ആരൊക്കെയോ കൊണ്ടുവച്ച പൂച്ചെണ്ടുകൾ വാടിത്തളർന്നു പോയിരിക്കുന്നു.
അടുത്തുള്ള ശ്മശാനത്തിൽ നിന്നും കത്തിത്തീർന്ന എല്ലിൻ കഷ്ണത്തിൽ നിന്നും വമിക്കുന്ന ദുർഗന്ധം കാറ്റടിച്ച് അവിടമാകെ പരന്നിരുന്നു. നിവേദ മേലേക്ക് നോക്കിയതും ഞെട്ടലോടെ എൻ്റെ ചുമലിൽ തോണ്ടി. എന്താടാ അവിടെ നോക്ക്. മേലെയുള്ള കറണ്ട് കമ്പിയിൽ ഒരു വവ്വാൽ ചത്തു തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അത് ഷോക്കടിച്ച് ചത്തതാ, നീ പേടിക്കാതെ. നിവേദ തന്റെ കയ്യിലുള്ള മൊബൈൽ വെളിച്ചം ചുറ്റിനും അടിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്നൊരു വെളുത്ത രൂപം കണ്ട് നിവേദ അലറി വിളിച്ചു. ഞാൻ അവിടേക്ക് വെളിച്ചം പിടിച്ച് സൂക്ഷ്മമായി നോക്കിയപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന പുതിയൊരു കെട്ടിടത്തിന്റെ മുമ്പിൽ കോലം കത്തി വെച്ചതായിരുന്നു. എടാ, അത് കണ്ണ് കിട്ടാതിരിക്കാൻ വച്ചിരിക്കുന്ന കോലമാണ്. നിവേദ അത് കേട്ട് തെല്ലൊന്ന് ആശ്വസിച്ചു. പെട്ടെന്ന് കല്ലറയ്ക്ക് സമീപത്ത് നിന്നും ഒരു നായ കുരച്ചുകൊണ്ട് ആ വഴി വന്നു. അതിനെ ഓടിക്കാനായി ഞാനൊരു കല്ലെടുത്തതും നിവേദന്റെ കയ്യിൽ കയറി പിടിച്ചു. എന്താ? അതിനെ കല്ലെറിയരുത്, അത് ചിലപ്പോൾ സാത്താനായിരിക്കും. അതിന്റെ കണ്ണുകൾ തിളങ്ങുന്നത് നീ ശ്രദ്ധിച്ചോ? അവൻ ഭയത്തോടെ പറഞ്ഞു. ഞാൻ അവന്റെ കൈ തട്ടിമാറ്റി കല്ലെറിഞ്ഞതും നായ അവിടെ നിന്നും ഓടിപ്പോയി. ഇതാണോ സാത്താൻ? ഞാൻ അവനെ അടിമുടി നോക്കിക്കൊണ്ട് ചോദിച്ചു. പെട്ടെന്ന് അകലിൽ നിന്നും ചെന്നായ്ക്കളുടെ ഓരിയിടൽ കേൾക്കാൻ തുടങ്ങി. ആ നായ അവന്റെ കൂട്ടാളികളെ വിളിക്കാൻ പോയതാ. വാ, നമുക്ക് ഇവിടെ നിൽക്കണ്ട. നിവേദ പോകാൻ ധൃതി കാട്ടി. പെട്ടെന്ന് വഴിവിളക്കിന്റെ സമീപത്തുകൂടി ആരോ സൈക്കിൾ ചവിട്ടി വരും പോലെ തോന്നി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് ഡോക്ടർ കാർത്തികായിരുന്നു. ഈ നട്ടപ്പാതിരാക്കി സൈക്കിൾ ചവിട്ടി വരാൻ ഇയാൾക്ക് ഭ്രാന്താണോ? നിവേദിന്റെ സ്വരം അല്പം ഉച്ചത്തിലായിപ്പോയി. ഞങ്ങൾക്ക് സമീപം സൈക്കിൾ കൊണ്ടു നിർത്തി സ്റ്റാൻഡിൽ കയറ്റി വെച്ച് ഡോക്ടർ പറഞ്ഞു. ഭ്രാന്തിന്റെ അംശമില്ലാത്തൊരു മനുഷ്യനെങ്കിലും ഈ ഭൂമിയിലുണ്ടോ സഹോ? മനുഷ്യ ശരീരം കൂടുതൽ സമയവും വിശ്രമത്തിലായിരിക്കും. സൈക്കിൾ ചവിട്ടുമ്പോൾ കാലിലെ പേശികൾ ഉൾപ്പെടെ ശരീരം മൊത്തത്തിൽ ചൂടുപിടിക്കും. ഉന്മേഷവാനായ മനുഷ്യന് എപ്പോഴും എന്തിനേയും നേരിടാനുള്ള ശക്തി ഉണ്ടാവും. ഞാൻ എന്തിനാണ് ഇവിടെ വരാൻ പറഞ്ഞതെന്നല്ലേ സഹോ ആലോചിക്കുന്നത്? 2 കാരണമാണ് അതിനുള്ളത്. 1, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. അതിന് യോജിച്ച സ്ഥലം ഇതാണ്. 2, ഡോക്ടർ പോയ കാര്യം എന്തായി? ഞാൻ ഇടയിൽ കയറി ചോദിച്ചു. ഡോക്ടർ തൻ്റെ സൈക്കിളിൻ്റെ പിന്നിൽ നിന്നും എടുത്ത് തൻ്റെ ലാപ്ടോപ്പ് ഓൺ ചെയ്തു. അതിൽ നിന്നും ഒരു വീഡിയോ ഓപ്പൺ ചെയ്തു. മൊത്തത്തിൽ അന്ധകാരം വ്യാപിച്ചൊരു മുറി. അതിൻ്റെ മധ്യത്തിൽ കത്തിത്തീരാറായ ഒരു ചെറു തിരി വെളിച്ചം കാണാം. അതിൽ നിന്നും കറുത്ത പുക മുകളിലേക്ക് ഉയർന്നു പോകുന്നു. 1 മിനിറ്റ് ദൈർഘ്യമുള്ള ആ വീഡിയോ ക്ലോസ് ചെയ്തുകൊണ്ട് ഡോക്ടർ ആ ലാപ്ടോപ്പ് അടച്ചു വെച്ചു. ഇത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല. ഇതാണ് സ്വാതി കാളിയാർമഠത്തിൽ നിന്നും തൻ്റെ ക്യാമറയിൽ പകർത്തിയത്. പക്ഷെ ഇതെങ്ങനെ ഡോക്ടർക്ക്? പിന്നിൽ നിന്നും ഒരു പൊതിയഴിച്ച് ഡോക്ടർ ഒരു ക്യാമറ പുറത്തെടുത്തു. ഇതല്ലേ സ്വാതിയുടെ ക്യാമറ? അതെടുത്ത് തിരിച്ചും മറിച്ചും നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, അതെ ഇത് തന്നെ. ഇതെങ്ങനെ? പറയാം. എൻ്റെ മനസ്സിൽ ചില നിഗമനങ്ങളുണ്ടായിരുന്നു. അത് ശരിയാണോ എന്നറിയാനാണ് ഞാൻ വൈകിയെ വിളിച്ചത്. നീ ഉറങ്ങാൻ നോക്ക് സാദി. ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ തിരിഞ്ഞു കിടന്നുകൊണ്ട് വൈക പറഞ്ഞു. ശരി, ഞാൻ എന്തിനാ ആവശ്യമില്ലാത്തത് ആലോചിക്കുന്നത്? നാളെ ഇച്ചായൻ്റെ അടുത്ത് എത്തുമല്ലോ, അത് മതി. നീ പറഞ്ഞിട്ട് അനുസരിച്ചില്ലെന്ന് വേണ്ട. ഗുഡ് നൈറ്റ്. സ്വാതി ലൈറ്റ് ഓഫ് ചെയ്തു വന്ന് കിടന്നു. കുറച്ച് സമയത്തിന് ശേഷം, വൈക നീ എൻ്റെ ക്യാമറ കണ്ടോ? അവിടെ എവിടെയെങ്കിലും കാണും, വൈക ഉറക്കപ്പിച്ചോടെ പറഞ്ഞു. സ്വാതി അവിടെ മുഴുവനും നോക്കിയെങ്കിലും ക്യാമറ കണ്ടില്ല. അപ്പോഴാണ് മിസ് ചീത്ത പറഞ്ഞതും വൈക തന്നെ വിളിച്ചപ്പോൾ ക്യാമറ എടുക്കാൻ മറന്നുപോയതും സ്വാതി ഓർക്കുന്നത്. പിറ്റേന്ന് രാവിലെ എടുക്കാമെന്ന് വെച്ചാൽ മിസ്സിൻ്റെ കയ്യിൽ നിന്നും ചീത്ത ഉറപ്പാണ്. പ്രാണൻ പോലെ കൊണ്ടു നടന്നതാണ് എൻ്റെ ക്യാമറ. നീ എൻ്റെ കൂടെ ഒന്ന് വരാമോ? തലവഴി കമ്പിളി പൊതിച്ചുകൊണ്ട് വൈക തിരിഞ്ഞു കിടന്നു. വൈകയിൽ നിന്നും ഇത്രയും വിവരം കൂടി ലഭിച്ചപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു സ്വാതി അവിടേക്ക് ചെന്ന് കാണുമെന്ന്. എങ്കിൽ ഈ വിവരം നമുക്ക് പോലീസിൽ അറിയിച്ചാലോ ഡോക്ടർ? പോലീസിന് ഈ വീഡിയോ കണ്ടാൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ സാധിക്കില്ലേ? പുഞ്ചിരിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു. ഞാൻ മുഴുവനും പറഞ്ഞില്ലല്ലോ ചാർലി. ഡോക്ടറുടെ നാവിൽ നിന്നും ബാക്കി കേൾക്കുവാൻ വേണ്ടി ഞാൻ കാതോർത്തു. ഈ ക്യാമറ കാളിയാർമഠത്തിലെ ചവറുകളുടെ കൂട്ടത്തിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. സ്വാതി പറയും പോലെ അവിടെ വിലക്കപ്പെട്ട മുറിയില്ല. അപ്പോൾ അവൾ പറഞ്ഞത് കള്ളമായിരുന്നു? ഒരിക്കലുമല്ല. ആ മുറിയുടെ സ്ഥാനത്ത് ഇപ്പോൾ ഒരു ലൈബ്രറിയാണ്. അന്നും അതൊരു ലൈബ്രറി തന്നെയാവണം. പക്ഷേ ആ മുറിയുടെ താഴെ ഒരു നിലവറയുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യമാണ് വീഡിയോയ്ക്ക് അകത്തുള്ളത്. പക്ഷെ ഇപ്പോൾ അതൊരു കോഴിഫാമാണ്. അന്വേഷണം നടന്നാലും ഒരു പ്രയോജനവും ഉണ്ടാവില്ല. അവരെ പിടിക്കാൻ തക്കവണ്ണം അവിടെ ഒരു തെളിവുകളും ബാക്കി വച്ചിട്ടില്ല. എങ്കിലും എൻ്റെ സംശയങ്ങൾക്ക് ചില ഉത്തരം അവിടെ നിന്നും കിട്ടിയിട്ടുണ്ട്. സെമിത്തേരിയിലെ നടുവിലെ കല്ലറയ്ക്ക് മുന്നിൽ 3 മെഴുകുതിരി കത്തിച്ചു വെച്ച് ഡോക്ടർ എന്തോ ആലോചിച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ കയറി കിടന്നു. ഇയാൾക്ക് വീടും കുടിയൊന്നും ഇല്ലെന്നുള്ള ചോദ്യം എന്തുകൊണ്ടോ നിവേദ് പകുതിയിൽ നിർത്തി. വരൂ, ഇരിക്കൂ. അടുത്തുള്ള കല്ലറ ചൂണ്ടി ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു. വിളിക്കുന്നത് കേട്ടാൽ തോന്നും പുള്ളിയുടെ വീട്ടിലെ സോഫ സെറ്റിയിലിട്ട് ഇരിക്കാനാണെന്ന്. നിവേദ് പിറുപിറുത്തു. അപ്പോഴും ഡോക്ടറിൻ്റെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. മറ്റൊരാളുടെ കല്ലറയ്ക്ക് മുകളിൽ ഇരിക്കുന്നതും കിടക്കുന്നതും പാപമല്ലേ ഡോക്ടർ? നിവേദ് അല്പം നീരസത്തോടെ തന്നെ ചോദിച്ചു. ജീവനില്ലാത്ത വസ്തുക്കളിൽ എന്താണ് പാപം, എന്താണ് പുണ്യം? ജീവനുള്ള മൃഗങ്ങളെ കൊല്ലുന്നത് പാപമല്ലേ? അവയെ കഴിക്കുന്ന നീ പാപിയല്ലേ? ഡോക്ടറിന്റെ ഉത്തരം നിവേദിന് അത്രേ ദഹിച്ചില്ല. ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം നിവേദ് ദേഷ്യത്തോടെ പറഞ്ഞു. ക്യാമറ എടുക്കാൻ പോയ സ്വാതി ആരോ മോഹിച്ച് തട്ടിക്കൊണ്ടുപോയി. സാത്താൻ എന്നൊരു ദുർശക്തിയില്ല, ഇതൊരു തട്ടിപ്പാണ്. ഗവേഷണം എന്ന പേരിൽ മിസ്സിംഗ് കേസ് വഴിതിരിച്ചു വിടുന്ന നിങ്ങൾ വെറും ഒരു സൈക്കോയും. പെട്ടെന്ന് ഡോക്ടർ കല്ലറയിൽ നിന്നും ചാടി എഴുന്നേറ്റു. ചെന്നായ്ക്കൾ ഉച്ചത്തിൽ ഓരിയിട്ടു. കാർമേഘം ഉരുണ്ടു കയറി.
ശക്തമായ കാറ്റിൽ കരിയിലകൾ ചിതറിത്തെറിച്ചു. ആകാശത്ത് കൊള്ളിയാൻ മിന്നിമറഞ്ഞു. ശക്തമായ മഴ ആർത്തളിച്ച് പെയ്യാൻ തുടങ്ങി. മുന്നിൽ കത്തിച്ചു വെച്ച 3 മെഴുകുതിരിനാളവും അണഞ്ഞുപോയി. പെട്ടെന്ന് ഡോക്ടർ കല്ലറയ്ക്ക് മുന്നിലെ മണ്ണിൽ മുട്ടുകുത്തി ആകാശത്തേക്ക് കൈകൾ വിടർത്തി കഴുത്തിലെ കുരിശുമാലയിൽ മുത്തം വെച്ച് എന്തോ ജപിക്കാൻ തുടങ്ങി. 1 മിനിറ്റിന് ശേഷം കൈകൾ താഴ്ത്തി തെക്കുഭാഗത്തേക്ക് നോക്കി വലത് കൈയാൽ നിലത്ത് കുരിശടയാളം വരച്ചു. മഴ തോർന്നു. മിന്നൽ അപ്രത്യക്ഷമായി. കാറ്റിന്റെ വേഗത കുറഞ്ഞു. കെട്ടുപോയ 3 മെഴുകുതിരിയും അപ്പോഴും ജ്വലിച്ചു നിൽപ്പുണ്ടായിരുന്നു. സാത്താൻ ആരെന്നറിയുമോ? കറുത്തച്ഛൻ എന്ന് കേട്ടിട്ടുണ്ടോ നീ? കറുത്ത കുർബാന എന്താണെന്നറിയാമോ? ഇൻ നൊമേനിയ ഡൊമേനിയ ഡി നൊസ്ട്രി സാത്താനെ ലൂസിഫറെ എക്സൽസി എന്നത് വെറുമൊരു തട്ടിപ്പുവാക്കല്ല. കാർത്തിക് സേവ്യാരുടെ കണ്ണുകളിൽ അതുവരെ കാണാത്ത കോപത്തിന്റെ തിരിയിളക്കം ഞാൻ കണ്ടു. ഡോക്ടറെ ശാന്തനാക്കാൻ ഞാൻ പറഞ്ഞു. നിവേദ അറിയാതെ അറിയണം, ഇനി നിങ്ങളെല്ലാം അറിയണം. കല്ലറയിലെ കത്തുന്ന മെഴുകുതിരിയിൽ തന്റെ കൈവിരലുകൾ മാറി മാറി വെച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു. റോമൻ കത്തോലിക്ക സഭ ആചരിക്കുന്ന പരമ്പരാഗത ലാറ്റിൻ കുർബാനയുടെ നേരെ വിപരീത സ്വഭാവമുള്ള ഒരാചാരമാണ് കറുത്ത കുർബാന. മധ്യകാലഘട്ടത്തിൽ ശത്രുക്കളുടെ നാശത്തിനു വേണ്ടി വിശ്വാസികൾ കാഴ്ചവെച്ച ദിവ്യ ബലിയായിരുന്നു ഇത്. ക്രൈസ്തവർ അർപ്പിച്ചിരുന്നത് പിന്നീട് ക്രൈസ്തമതത്തോടുള്ള വിരോധമെന്ന ഉദ്ദേശത്തോടെ കുർബാനകളായി മാറ്റി. ക്രൈസ്തവ സങ്കല്പത്തെയും ക്രിസ്തുമതത്തെയും നിന്ദിക്കുന്ന രീതിയിൽ സാബത്ത് ദിനത്തിൽ ആചരിക്കുന്ന ഒരു അനുഷ്ഠാനമായി ഇത് മാറി. ബ്ലാക്ക് മാജിക് എന്ന പേരിൽ ഇത് പിന്നീട് ആഭിചാരത്തിനും ഉപയോഗിച്ചു തുടങ്ങി. പക്ഷെ കറുത്ത കുർബാന എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ വരുന്നത്? അതും പുറം രാജ്യങ്ങളിലോ മറ്റോ അല്ലേ? ഞാൻ എൻ്റെ പരിമിതമായ അറിവിൽ നിന്നും ചോദിച്ചു. കറുത്ത കുർബാനയുടെ വരവ് ഫ്രാൻസിൽ നിന്നാണ്. 1500 ഫ്രാൻസിലെ കാതറിൻ രാജ്ഞി ആദ്യത്തെ കറുത്ത കുർബാന നടത്തിയതായാണ് ചരിത്രം. 1600 ഫ്രാൻസിലെ രാജാവിന് വേണ്ടി കാതറിൻ മോൺവൈസനും എറ്റിനി ജിയോബർഗ് എന്ന വൈദികനും നടത്തിയ കറുത്ത കുർബാന ക്രിമിനൽ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ലോകം ഇത് ആദ്യമായി അറിയുന്നത്. അവർ നടത്തിയ കറുത്ത കുർബാനയാണ് ഇവിടെയും ആവർത്തിക്കപ്പെടുന്നതെങ്കിൽ ഒരുപക്ഷെ എനിക്ക് പോലും സ്വാതിയെ. അവർ നടത്തിയ കുർബാനയ്ക്ക് എന്താണ് പ്രത്യേകത? ഭയത്തോടെ ഞാൻ ചോദിച്ചു. അത് ഞാൻ പിന്നീട് പറയാം. പറയൂ, എനിക്കറിയണം. ദുരാചാരങ്ങളുടെ കടന്നുകയറ്റം, തിന്മകളുടെ കുത്തഴിഞ്ഞ പോരാട്ടം. ഫ്രാൻസിലെ രാജാവ് ലൂയിസ് 16 ഭാര്യയോട് ചെയ്ത നെറുകെട്ട ആചാരം, അതിദാരുണവും പൈശാചികവുമായ ആ കഥ കേൾക്കണോ? ലൂയിസ് 16 ഭാര്യയെ അവർ പരിപൂർണ നഗ്നിയായി ബലിപീഠത്തിൽ കിടത്തി. രാജ്ഞിയുടെ നെറ്റിയിലും വലതുകൈയിലും 666 എന്ന സംഖ്യ മുദ്രകുത്തി. പിൻകഴുത്തിൽ മൃഗത്തിന്റെ നാമം എഴുതി ചേർത്തു. ഒരാൾ കറുത്ത വസ്ത്രത്തിലും മറ്റൊരാൾ കട്ടപിടിച്ച രക്തത്തിന്റെ നിറമുള്ള കൈയില്ലാത്ത പുരോഹിത വസ്ത്രത്തിലും അവൾക്കു മുന്നിൽ വന്നു നിന്നു. വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന വീഞ്ഞിന് പകരം ഒരാൾ തലയോട്ടിയിൽ നിറച്ച മൂത്രമൊഴിച്ചപ്പോൾ മറ്റൊരാൾ ആർത്തവരക്തം അവളുടെ നഗ്നമായ വയറിലേക്കൊഴിച്ചു. ആർത്തവരക്തവും ബീജവും കലർത്തിയ ഊസ്തി രാജ്ഞിയുടെ നഗ്നമായ മേനിയിൽ പലയിടങ്ങളിലായി അവർ കത്തിച്ചു വെച്ചു. ഒരാൾ മനുഷ്യക്കൊഴുപ്പിൽ ഉണ്ടാക്കിയെടുത്ത മെഴുകുതിരി രാജ്ഞിയുടെ ഒരു വശത്ത് കത്തിച്ചു വയ്ക്കുമ്പോൾ മറ്റൊരാൾ മറുവശത്തായി കുറുക്കന്റെ തൊലിയിൽ പൊതിഞ്ഞ ബൈബിൾ വെച്ചിരുന്നു. സാത്താന് നൽകുന്ന ബലിയായി രാജ്ഞിയെ സമർപ്പിക്കുന്നതിനു മുമ്പ് അവർ അവളെ ആഭിചാരത്തിന്റെ ഉന്മാദമായ ലൈംഗിക വീഴ്ചയിൽ നീരാട്ട് നടത്തിച്ചു. രാജാവിനെ വശീകരിക്കാൻ രാജ്ഞിയുടെ പൂർണ്ണ സമ്മതത്തോടെയുള്ള അബദ്ധധാരണയായിരുന്നു ഇതിന്റെ പിന്നിൽ. ഇൻ നൊമീനിയ ഡൊമീനിയ ഡെ നൊസ്ട്രി സാത്താനെ ലൂസിഫറെ എക്സൽസി എന്ന ഫ്രഞ്ച് പദം അവർ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ഏവ് സാത്താനസ് എന്ന് ഉരുവിട്ടുകൊണ്ട് അവർ കറുത്ത കുർബാന അവസാനിപ്പിച്ചു. കാർത്തി പറഞ്ഞു നിർത്തിയപ്പോൾ നിവേദ കല്ലറയിൽ നിന്നും പതിയെ എഴുന്നേറ്റിട്ട് ചോദിച്ചു. താങ്കൾ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷേ കേരളത്തിൽ ഇത്രയും സാക്ഷരതയും വിശ്വാസികളുമുള്ള ഒരു സ്ഥലത്ത് ഇതൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുമോ? കൂടാതെ സ്വാതി ഇപ്പോഴും സാത്താൻ സേവ നടത്തുന്നവരുടെ കയ്യിൽ അകപ്പെട്ടു എന്നതിന് വ്യക്തമായ തെളിവ് നമുക്ക് ലഭിച്ചില്ലല്ലോ. മൂരി നിവർത്തിക്കൊണ്ട് കാർത്തി പറഞ്ഞു. സഹോ, നിഗമനങ്ങളാണ് പലപ്പോഴും എന്നെ കണ്ടെത്തലുകൾക്ക് സഹായിച്ചിട്ടുള്ളത്. ഒരു നിമിഷം എന്തോ ആലോചിച്ച് കാർത്തി തുടർന്നു. നമ്മുടെ കൊച്ചു കേരളത്തിൽ കോഴിക്കോടും കൊച്ചിയിലും സാത്താൻ സേവ വളരെ രഹസ്യമായി ആരംഭിച്ചിട്ടുണ്ടെന്ന് എത്ര പേർക്കറിയാം? ബാംഗ്ലൂർ ജോലിക്ക് പോയ മലയാളികളായ 2 യുവാക്കൾ സാത്താൻ സേവയിൽ അകപ്പെട്ട് ജോലി റിസൈൻ ചെയ്ത് തിരിച്ചു വന്നത് എനിക്ക് നേരിട്ട് അറിവുള്ള യുവാക്കളായിരുന്നു. ഇതൊന്നും കൂടാതെ സാത്താൻ സേവ കേരളത്തിൽ അതിശക്തമായി പിടിമുറുക്കിയെന്നുള്ള മറ്റൊരു സംഭവം കൂടി ഞാൻ പറയാം. ഞാനും നിവേദൻ ഞെട്ടലോടെയും പകപ്പോടെയും കാർത്തിയുടെ വാക്കുകൾക്കായി കാതോർത്തു. ആർത്തവ സമയത്ത് ബന്ധപ്പെടാൻ താല്പര്യം കാണിച്ച ഭർത്താവിന്റെ ചെയ്തിയെ ആദ്യമൊക്കെ ലാഘവത്തോടെയായിരുന്നു പാലാക്കാരി യുവതി സമീപിച്ചത്. പക്ഷേ ബന്ധപ്പെടുമ്പോൾ പിറുപിറുക്കുന്നതും രക്തത്തിൽ വിരൽ മുക്കി എന്തൊക്കെയോ എഴുതുന്നതും ശ്രദ്ധയിൽപ്പെട്ട യുവതി രഹസ്യമായൊരു മനഃശാസ്ത്രജ്ഞന്റെ അടുത്തേക്ക് പോയി. ഭർത്താവിന്റെ മാനസിക വിഭ്രാന്തിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ച അവർ ഡോക്ടറുടെ വാക്കുകൾ കെട്ടി ഞെട്ടി. കൊച്ചിയിൽ ബിസിനസ് നടത്തുന്ന ഭർത്താവ് ദുർമന്ത്രവാദം നടത്തുന്ന സാത്താൻ ആരാധനയ്ക്ക് അടിമപ്പെട്ടു അത്രേ. ഭയന്ന് പറിച്ചവൾ മന്ത്രവാദ രഹസ്യം ഒളിച്ചുവെച്ച് വിവാഹമോചനത്തിന് കേസ് കൊടുത്താണ് സാത്താൻ സേവയിൽ നിന്നും രക്ഷപ്പെട്ടത്. കാർത്തി പറഞ്ഞു മുഴുവിപ്പിക്കുമ്പോൾ ഞാനും നിവേദും കറുത്തച്ഛനും സാത്താൻ സേവയും വെറുമൊരു കെട്ടുകഥ അല്ലെന്ന യാഥാർത്ഥ്യം പതിയെ ഉൾക്കൊണ്ടു കഴിഞ്ഞിരുന്നു.
പക്ഷേ സ്വാതിയെ എങ്ങനെ ഇതിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കുമെന്ന ചോദ്യം ഉത്തരമില്ലാത്ത എൻ്റെ മനസ്സിൽ അപ്പോഴും അലയടിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴേക്കും ബ്രഹ്മയാമത്തിനുള്ള സമയം ആഗതമായിരുന്നു. കല്ലറയിൽ നിന്നും എഴുന്നേറ്റ് കാർത്തി ഒരു ദിവസത്തെ സമയം കൂടി ഞങ്ങളോട് ചോദിച്ചു. അവിടെ നിന്നും യാത്രയായി. അപ്പോഴും ആ 3 മെഴുകുതിരിനാളങ്ങൾ പ്രകാശിച്ചുകൊണ്ടേയിരുന്നു. ഏതോ ഇരുട്ടറയിൽ അകപ്പെട്ട് കിടക്കുകയായിരുന്നു സ്വാതി. ദാഹിച്ച് തൊണ്ട വരളും പോലെ അവൾക്ക് തോന്നി. ശക്തമായി എന്തോ വന്ന് തലയിൽ പതിച്ചത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. നിലത്ത് നിന്നും മെല്ലെ എഴുന്നേൽക്കാൻ അവൾ ഒരു ശ്രമം നടത്തി നോക്കി. ഇല്ല, ആവുന്നില്ല. തൻ്റെ തല കറങ്ങുന്ന പോലെ. ഒരിറ്റ് ജലത്തിനായി ഇരുട്ടിൽ അവളുടെ കൈവിരലുകൾ പരതി നടന്നു. പെട്ടെന്നൊരു മൺകൂജ അവളുടെ കയ്യിൽ തടഞ്ഞു. ആർത്തിയോടെ അവൾ ആ കൂജ വായിലേക്ക് കമിഴ്ത്തിയതും അതിൽ നിന്നും തണുത്ത രക്തം അവളുടെ വദനത്തിലും നാസിക ദ്വാരങ്ങളിലും നിറഞ്ഞൊഴുകി. ഭയന്ന് പറിച്ചവൾ വലിയൊരു അലർച്ചയോടെ പിന്നിലേക്ക് ബോധം കെട്ടു വീണു. കാളിയാർ സ്റ്റേഷന്റെ സമീപമുള്ള ചായക്കടയുടെ ബെഞ്ചിൽ ആരെയോ പ്രതീക്ഷിച്ചെന്ന വണ്ണം കാർത്തിയിരുന്നു. പതിവ് പോലെ കോൺസ്റ്റബിൾ രാഘവൻ ചായ കുടിക്കാനായി അവിടേക്ക് വന്നു. ചായ കുടിച്ചു കഴിയും വരെ കാർത്തി രാഘവേട്ടനെ ക്ഷമയോടെ കാത്തിരുന്നു. തിരിച്ചിറങ്ങി രാഘവന്റെ മുന്നിലേക്ക് ചെന്ന് കാർത്തി സ്വയം പരിചയപ്പെടുത്തി. ഞാൻ ഡോക്ടർ കാർത്തിക് സേവ്യാർ. എൻ്റെ ഗുരുവാണ് ഫാദർ റൊസാരിയോ. രാഘവേട്ടനല്ലേ? അതെ. രാഘവേട്ടൻ ഫാദറുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ട ചാർലിയും കൂട്ടുകാരനും എന്നോടൊപ്പം ഉണ്ട്. എനിക്കൊരു സഹായം ചെയ്തു തരാമോ? ആ പെൺകുട്ടിയുടെ തിരോധാനത്തെക്കുറിച്ചാണെങ്കിൽ ആ ഫയൽ പിന്നീട് ഒരു ഇഞ്ച് പോലും അനങ്ങിയിട്ടില്ല. സോറി. വേണ്ട, സ്വാതിയെക്കുറിച്ച് എനിക്കൊന്നും അറിയണ്ട. പിന്നെ സ്വാതിക്ക് മുമ്പ് 2 പെൺകുട്ടികളെ കാണാതായി എന്ന് രാഘവേട്ടൻ പറയുകയുണ്ടായി. അതെ, ഏകദേശം ഒരേ പ്രായമുള്ള 2 പെൺകുട്ടികൾ. അവരെക്കുറിച്ച് നേരിയ തോതിലെങ്കിലും അന്വേഷണം നടന്നിട്ടില്ലേ? ആ കേസ് ഫയൽ അവിടെ ഉണ്ടാവില്ലേ? ഡോക്ടർ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ആ ഫയൽ എനിക്കൊന്ന് കാണാൻ സാധിക്കുമോ? നോ, നെവർ. അത് SIയുടെ റൂമിലാണ്. അതവിടെ നിന്നും എടുക്കാനൊന്നും പറ്റില്ല. രാഘവേട്ടൻ എനിക്കത് എടുത്തു തരണ്ട. ബട്ട് ആ കേസിന്റെ ഒരു ഫോട്ടോ എൻ്റെ വാട്സപ്പിലേക്കൊന്ന് അയച്ചു തരാൻ സാധിക്കില്ലേ? അത് പിന്നെ ഒരാളെയെങ്കിലും രക്ഷിക്കാനുള്ള ശ്രമമാണ്. പ്ലീസ്. ഓക്കെ, ഞാൻ ശ്രമിക്കാം. താങ്ക്സ്. കാർത്തി ചായക്കടയിലെ ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റ് പതിയെ നടക്കുവാൻ തുടങ്ങി. ഏകദേശം 2 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു കാണും. SI പുറത്തുപോയ സമയം നോക്കി രാഘവൻ ആ കേസ് ഫയലിന്റെ ഫോട്ടോ കാർത്തിയുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തു. കാർത്തി ഫോണിൽ വന്ന മെസ്സേജ് ഓപ്പൺ ചെയ്തു. അമ്മു സ്വാമിനാഥൻ 19 വയസ്സ്, ഗായത്രി വാസുദേവ് 19 വയസ്സ്. കാർത്തി അതിൽ നിന്നും എന്തൊക്കെയോ ചികഞ്ഞെടുത്തു. തിരോധാനം നടന്ന 2 പെൺകുട്ടികളുടെയും വീട്ടിലും അവർ പഠിച്ച കോളേജിലും കാർത്തി കയറിയിറങ്ങി. അവരുടെ ബന്ധുക്കളുമായും ക്ലാസ് ടീച്ചറുമായും എന്തൊക്കെയോ ചർച്ച നടത്തി. പിറ്റേന്ന് രാവിലെ കാർത്തി എന്നെ ഫോണിൽ വിളിച്ചു. നീ സ്വാതിയുടെ വീട്ടിൽ പോകണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ടോ എന്ന് നോക്കണം. വരുമ്പോൾ നിന്റെ കയ്യിൽ സ്വാതിയുടെ ജാതകം ഉണ്ടായിരിക്കണം. എന്തിനാണെന്നോ ഏതിനാണെന്നോ ഞാൻ ചോദിച്ചില്ല. കൊണ്ടുവരാമെന്ന് സമ്മതം മൂളി. അന്ന് സായാഹ്നത്തിൽ അമ്പലക്കുളത്തിലെ കൽപ്പടവിൽ ഡോക്ടർ ഞങ്ങളെയും കാത്തിരിപ്പുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കയ്യിൽ നിന്നും സ്വാതിയുടെ ജാതകം ഡോക്ടർക്ക് വെച്ച് നീട്ടി. എന്തിനാണ് ഡോക്ടർ സ്വാതിയുടെ ജാതകം? പറയാം. കാർത്തിക് തൻ്റെ കയ്യിലുള്ള 2 ജാതകങ്ങളും കൂടെ സ്വാതിയുടെ ജാതകവും കൂട്ടിച്ചേർത്ത് വെച്ച് കുളത്തിലെ കൽപ്പടവിലേക്കിരുന്നു. ഡോക്ടറിന്റെ മുഖത്ത് സംശയത്തിന്റെ മിന്നലാട്ടങ്ങൾ വന്നു നിറയുന്നത് ഞാൻ ദർശിച്ചു. ഒടുവിലെന്തോ കണ്ടെത്തിയവനെ പോലെ ഡോക്ടർ ഞങ്ങളുടെ മുന്നിലേക്ക് ആ ജാതകം വെച്ച് നീട്ടി. സി മിസ്റ്റർ ചാർലി, ഈ 3 പെൺകുട്ടികളുടെ നാളും രോഹിണിയാണ്. അതുകൊണ്ട് ഒന്നും മനസ്സിലാകാത്തവനെ പോലെ ഞാൻ തിരിച്ചു ചോദിച്ചു. സോ അവർ തട്ടിക്കൊണ്ടുപോയത് ഒരേ നാളിൽ ജനിച്ച ഒരേ പ്രായമുള്ള 3 പെൺകുട്ടികളെയാണ്. അതും ഒരേ നക്ഷത്രത്തിൽ ജനിച്ചവർ. ഞാനും നിവേദം വീണ്ടും മുഖാമുഖം നോക്കി. നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യം കൂടി ഞാൻ പറയാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊച്ചിയിലെ ഒരു ദ്വീപിൽ വെച്ച് രഹസ്യമായി 1000 കന്യകമാരെ സാത്താൻ സേവയ്ക്ക് അടിമപ്പെടുത്തി മാസ് പ്രയർ നടത്തുമെന്ന് ഒരു അന്വേഷണ ഏജൻസി വളരെ രഹസ്യമായി റിപ്പോർട്ട് ചെയ്തിരുന്നു. കന്യകമാരുടെ രക്തം ചീന്തിയുള്ള ഈ പൂജയെക്കുറിച്ച് അന്നത്തെ അന്വേഷണ ഏജൻസിക്ക് വിവരം ലഭിച്ചതിനെ തുടർന്ന് അവരത് ഉപേക്ഷിച്ചു. പക്ഷേ വരുന്ന ന്യൂ ഇയറും ചന്ദ്രഗ്രഹണവും ഒന്നിച്ചു വരുന്ന ദിനം, ധനുമാസത്തിലെ രോഹിണി നാൾ, ആ ദിനം മാസ് പ്രയർ വീണ്ടും ആവർത്തിക്കപ്പെടും. ഒരു കൂട്ടക്കുരുതി ചിലപ്പോൾ. പെട്ടെന്ന് കാർത്തിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. കോൾ അറ്റൻഡ് ചെയ്ത കാർത്തി ഒരു നിമിഷം സ്തബ്ധനായി നിന്നു. പിന്നിലെ നീളം തലമുടി ഇടതുകൈയാൽ കോർത്തു വലിച്ചുകൊണ്ട് കാർത്തി എന്നോടായി പറഞ്ഞു, അന്ന് നടക്കാൻ പോകുന്നത് വെറും ഒരു മാസ് പ്രയർ അല്ല. സ്വാതി അടക്കം 9 നമ്പൂതിരി പെൺകുട്ടികളുടെ രക്തം ചീന്തിയുള്ള കറുത്ത കുർബാനയാണ്. ദ റിയൽ ബ്ലാക്ക് മാസ്. 9 നമ്പൂതിരി പെൺകുട്ടികളോ? അതെ, രോഹിണി നക്ഷത്രത്തിൽ പിറന്ന 9 കന്യകമാർ. പക്ഷേ 1000 കന്യകമാരെ ഒന്നിച്ചിരുത്തി നടത്തേണ്ട മാസ് പ്രയർ 9 പേരിലേക്ക് ചുരുങ്ങിയെങ്കിൽ കാർത്തിയുടെ ഇടം കണ്ണു തുടിച്ചു. കാർത്തി എന്തോ ആലോചിച്ചു നിന്ന ശേഷം തിടുക്കത്തിൽ ഞങ്ങളോട് പറഞ്ഞു, നമുക്കൊരു സ്ഥലം വരെ പോകണം. വരൂ. എവിടേക്ക്? ദേവർമഠം നാരായണ ഗുരുക്കളുടെ മനയിൽ. 4 വേദങ്ങളിലും അകാര പാണ്ഡിത്യമുള്ള നാരായണൻ ഗുരുക്കളുടെ അമ്പരിപ്പിക്കുന്ന കഥകൾ പോകുന്ന വഴിയിൽ കാർത്തി ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ഗുരുവിന്റെ പൂജാമുറിക്ക് മുന്നിൽ ഞങ്ങൾ കാർത്തിയോടൊപ്പം ചെന്നു. അകത്തേക്ക് വരാം, ഗൗരവമേറിയ ഉറച്ച ശബ്ദത്തിൽ ഗുരുക്കൾ പറഞ്ഞു. കാർത്തിയെ കണ്ടപ്പോൾ ആ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച് കയ്യിൽ പ്രസാദം വെച്ച് നീട്ടി. കാർത്തി ഞങ്ങളുടെ കരങ്ങളിലേക്ക് അത് പകുത്തി നൽകി. കാർത്തി ഗുരുവിന്റെ കയ്യിൽ 3 ജാതകങ്ങൾ നൽകി.
സ്വാതിയുടെ മിസ്സിംഗ് മുതൽ ഇന്ന് വരെ നടന്ന കാര്യങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാം കേട്ടതിന് ശേഷം ഗുരു ഒരു നിമിഷം കണ്ണുകളടച്ച് ധ്യാനനിരതനായ ശേഷം മിഴികൾ തുറന്നു. തിന്മകളുടെ പൈശാചികമായ നരവേട്ട, സംഹാരത്തിനുള്ള ആയുധങ്ങൾ ആവനാഴിയിലില്ലെന്ന് നിസ്സംശയം പറയാം. കാർത്തിയുടെ ശിരസ് താണു. കുറച്ചു സമയം അവിടമാകെ മൗനം തളം കെട്ടി നിന്നു. ധനുമാസത്തിലെ രോഹിണി നക്ഷത്രം, അതിൻ്റെ പ്രാധാന്യം ഒന്ന് പറഞ്ഞു തരാമോ ഗുരു? പ്രതീക്ഷയോടെ വീണ്ടും ഗുരുവിൻ്റെ കണ്ണുകളിൽ ഉറ്റുനോക്കിക്കൊണ്ട് കാർത്തി ചോദിച്ചു. രോഹിണി നക്ഷത്രം ലീലാവിലാസങ്ങളുടെ ദേവനായ ശ്രീകൃഷ്ണന്റെ നക്ഷത്രം. പണ്ട് ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരിക്കൽ ക്ഷേമം അന്വേഷിക്കാനായി പാഞ്ചാലിയുടെ അടുക്കൽ എത്തുകയുണ്ടായി. ഭഗവാനെ സസൂക്ഷ്മം പരിചയപ്പെടുത്തി വിഭവസമൃദ്ധമായ വിഭവങ്ങൾ വച്ചു വിളമ്പി ഭക്തിയോടെ പാഞ്ചാലി ശ്രീകൃഷ്ണനെ പ്രീതിപ്പെടുത്തുകയുണ്ടായി. തിരികെ മടങ്ങാൻ നേരം ഭക്തിയിൽ സംപ്രീതനായ ഭഗവാൻ പാഞ്ചാലിയോട് ഇഷ്ടവരം ചോദിച്ചു കൊള്ളുവാൻ പറഞ്ഞു. തനിക്കെന്നും ദുരിതങ്ങൾ മാത്രം തരണേ എന്നാണ് പാഞ്ചാലി വരമായി ആവശ്യപ്പെട്ടത്. അതിശോക്തിയോടെ ഭഗവാൻ പാഞ്ചാലിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഇങ്ങനൊരു വരം തെരഞ്ഞെടുത്തത്? മറുപടിയായി പാഞ്ചാലി പറഞ്ഞു, എനിക്ക് എപ്പോഴെല്ലാം ദുരിതമുണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം ഞാൻ ഭഗവാനെ സ്മരിച്ചിട്ടുണ്ട്. മുഴുവൻ സമയവും ഭഗവാനെ സ്മരിക്കാനാണ് ഞാൻ ഈ വരം തെരഞ്ഞെടുത്തത്. മന്ദസ്മിതം തൂകി ഭഗവാൻ വരം നൽകി തിരിച്ചുപോയി. ഇത് കഥ. പക്ഷേ രോഹിണി നാളിൽ ജനിക്കുന്ന ദേവഗണമായ പെൺകുട്ടികൾ ആദ്യ പകുതിയിൽ ദുരിതപൂർണമായ ജീവിതം നയിക്കുമെന്നും പിന്നീട് ഐശ്വര്യപൂർണമായ ഭാവി അവരെ തേടിയെത്തുമെന്നും ജ്യോതിഷങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. കൂടാതെ ഗുരു പാതയിൽ നിർത്തി എൻ്റെയും നിവേദിൻ്റെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. കൂടാതെ പറയൂ ഗുരു, എനിക്കറിയേണ്ട കാര്യങ്ങളിലേക്കാണ് അങ്ങ് എത്തിപ്പെടുന്നതെന്ന് എൻ്റെ മനസ്സിൽ നിന്നാരോ പറയുന്നു. ദയവായി പറഞ്ഞാലും. ദുർമന്ത്രവാദങ്ങൾക്കും നരബലിക്കും ആവാഹനങ്ങൾക്കായി ദുർശക്തികൾക്ക് ഹവീസ് അർപ്പിക്കാൻ അവരെ പ്രീതിപ്പെടുത്താൻ അത്യുത്തമമായത് രോഹിണി നക്ഷത്രത്തിൽ പിറന്ന കന്യകമാരെയാണ്. കാർത്തി തൻ്റെ കൈവിരലുകൾ മടക്കി പീഠത്തിലമർത്തി. തട്ടത്തിൽ നിന്നുമെടുത്ത അരളിപ്പൂവ് കാർത്തിയുടെ ഇളങ്കയിൽ കഷ്ണങ്ങളായി ഞെരിഞ്ഞമർന്നു. ഗുരുവിൻ്റെ വാക്കുകൾ കേട്ട് എൻ്റെ പരിഭ്രമം വർദ്ധിച്ചു വന്നു. അത് മനസ്സിലായെന്ന വണ്ണം ഗുരുപാദം തൊട്ട് വണങ്ങി കാർത്തിക് ഞങ്ങളെയും കൂട്ടി ദ്രുതഗതിയിൽ അവിടെ നിന്നും തിരിച്ചു പോന്നു. ഞങ്ങളെ കാളി ക്ഷേത്രത്തിൻ്റെ സമീപത്തിരുത്തി കാർത്തിക് പറഞ്ഞു, എനിക്ക് അവസാനമായി ഒരാളെ കൂടി കാണാനുണ്ട്. സൂര്യാസ്തമയത്തിന് മുമ്പ് ഞാൻ തിരിച്ചു വരും. ഫാദർ, ആ സേവ്യർ വരൂ. നരബലിക്ക് പാത്രമാൻ പോകുന്നത് കന്യകമാരായ 9 നമ്പൂതിരി പെൺകുട്ടികളാണ്. 9 പേർ? ഫാദറിന്റെ വാക്കുകളിൽ ഭീതി നിറഞ്ഞു. എന്താ ഫാദർ? സേവ്യാർ ആ പെട്ടിയിൽ നിന്നും ഒരു ഗ്രന്ഥമെടുക്കൂ. ഫാദർ കട്ടിലിന്റെ താഴേക്ക് വിരൽ ചൂണ്ടി. സേവ്യാർ അതിൽ നിന്നും ഗ്രന്ഥമെടുത്തു. താളുകൾ മറിച്ചിട്ട് 99 പേജ് തുറക്ക്. അതിൽ 4ാമത്തെ ഖണ്ഡിക വായിക്ക്. ദുർമന്ത്രവാദത്തിന് അടിമപ്പെട്ടവർ പൊതുവെ ഉപയോഗിക്കുന്നത് 13 എന്ന നാമമാണ്. പക്ഷേ സാത്താനെ പ്രീതിപ്പെടുത്താൻ 9 എന്ന സംഖ്യയിൽ നരബലി നടത്തുന്നത് അവരുടെ സേവയ്ക്ക് ഇരട്ടി ശക്തി നൽകുന്നെന്നാണ് കണ്ടുവരുന്നത്. 9 കന്യകമാരായ നമ്പൂതിരി പെൺകുട്ടികൾ അത്യുത്തമം. പുസ്തകത്താൽ അടച്ചുകൊണ്ട് ഫാദർ പറഞ്ഞു, പൈശാചികമായ സാത്താൻ സേവ, അതിൻ്റെ മേലെ വിജയം നേടാൻ നന്മയ്ക്ക് സാധിക്കില്ല. കാർത്തിയെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി. നിവേദിന്റെ ക്ഷമ നശിച്ചു. ചാർലി, അയാൾ ഇനി മടങ്ങി വരില്ലേ? ഏയ് വരും. എന്താ ഉറപ്പ്? ഞാൻ ദേഷ്യത്തോടെ നിവേദിനെ നോക്കി. എന്നെ നോക്കി അരിശപ്പെട്ടിട്ട് കാര്യമില്ല. അയാൾ പറയുന്നിടത്തെല്ലാം നമ്മൾ പോകുന്നു. പക്ഷേ സ്വാതിയെ കണ്ടെത്താൻ തക്ക എന്തെങ്കിലും ഫലമുണ്ടായോ? ഇടയ്ക്ക് അയാൾ അപ്രത്യക്ഷമാകുന്നു. നിവേദ പറയുന്നതിലും കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നി. ഡോക്ടറുടെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് 6 ദിവസമായിരുന്നു. ഞാൻ മനസ്സിൽ കണക്കെടുത്തു. സാത്താനെ കുറിച്ചുള്ള കഥകളല്ലാതെ സ്വാതിയുടെ അടുക്കിലേക്ക് പോകാൻ ഒരു മാർഗവും ഇതുവരെ കണ്ടെത്തിയിട്ടില്ലല്ലോ. ഒരിക്കലും അവിടെ എത്തിക്കാൻ അയാൾക്ക് കഴിയില്ല. അത് തിരിച്ചറിഞ്ഞ അയാൾ മനഃപൂർവ്വം മുങ്ങിയതാ, ഇനി വരില്ല. നിവേദ പറഞ്ഞു തീരുമ്പോൾ അത് ശരിയാണെന്ന് എനിക്കും തോന്നി. ഞാൻ പതിയെ അവിടെ നിന്നും എഴുന്നേറ്റു. നിവേദ ബൈക്ക് സ്റ്റാർട്ടാക്കാനായി കിക്കറടിച്ചതും എതിരെ ഒരു കറുത്ത കുതിരവണ്ടി വന്നു നിന്നു. അതിൽ നിന്നും ഡോക്ടർ കാർത്തിക് പുറത്തേക്ക് ഇറങ്ങി. അല്പം വൈകി. ഇവനെ ഒന്ന് സംഘടിപ്പിക്കാൻ പോയതായിരുന്നു. കുതിരയുടെ കഴുത്തിൽ തലോടിക്കൊണ്ട് കാർത്തിക് പറഞ്ഞു, നിങ്ങളിവിടെ കുതിരവണ്ടി ഓടിച്ച് നടന്നോ? ഞങ്ങൾ പോകുന്നു. നിവേദ എടുത്തടിച്ച പോലെ പറഞ്ഞു. എവിടേക്ക്? കാർത്തിയുടെ കയ്യിലെ സ്വാതിയുടെ ക്യാമറയും അതിൽ നിന്നുമെടുത്ത വീഡിയോ മൊബൈലിലൂടെയും കാണിച്ചുകൊണ്ട് നിവേദ പറഞ്ഞു, ഈ തെളിവ് കൊണ്ട് ഞങ്ങൾ പോലീസ് വഴി കണ്ടുപിടിച്ചോളാം. നിങ്ങൾ സാത്താൻ സേവയുമായി ജീവിതം തീർക്ക്. അരുത്, പോകരുത്. ഡോക്ടർ ഞങ്ങളെ വിലക്കിക്കൊണ്ട് പറഞ്ഞു. നീ കേറ് ചാർലി, ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അരുത്. എൻ്റെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് ഡോക്ടർ പറഞ്ഞു. സ്വാതി പോയ വഴി ഒരു ചുവട് പോലും വയ്ക്കാൻ സാധിക്കാത്ത നിങ്ങളോടൊപ്പം ഞങ്ങൾ വരില്ല. നിവേദ തീർത്തു പറഞ്ഞു. സ്വാതിയെ കണ്ടെത്താനല്ല, അവളെ രക്ഷിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒരു തിരിച്ചുപോക്കിനാണെങ്കിൽ ആവാം, ഒരുപക്ഷെ കണ്ടെത്താൻ സാധിച്ചേക്കാം. പക്ഷേ ഭൂമിയിൽ ഒരു ശക്തിക്കും അവളെ രക്ഷിക്കാൻ സാധിക്കില്ല. അവളെയെന്നല്ല, ആ 9 പെൺകുട്ടികളെയും. അത് കേട്ട് പെട്ടെന്ന് ഞാൻ ബൈക്കിൽ നിന്നും തിരിച്ചിറങ്ങി. നിസ്സഹായതയോടെ ഞാൻ കാർത്തിയെ നോക്കി. എൻ്റെ നേരെ നോക്കി കാർത്തി തുടർന്നു. ദേവർമഠം നാരായണൻ ഗുരുക്കളും ഞാനിപ്പോൾ പോയിട്ട് വരുന്ന ഫാദർ റൊസാരിയോയും നിസ്സംശയം പറഞ്ഞു കഴിഞ്ഞു. സാത്താന്റെ കയ്യിൽ നിന്നും അവളെ രക്ഷിക്കാൻ പൗരാണിക ഗ്രന്ഥങ്ങൾക്കോ ക്രിസ്തീയ ദേവപുസ്തകങ്ങൾക്കോ അതിന് സാധിക്കുകയില്ല. കാർത്തിയുടെ വാക്കുകൾ കേട്ട് സ്വാതിയെ നഷ്ടമാകുന്ന നിരാശയിൽ
ഇരു കൈകളാൽ മുഖമമർത്തി ആൽമരത്തിന് ചുവട്ടിലിരുന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു. എൻ്റെ മനോവിഷമം കണ്ട് നിവേദ് ഡോക്ടർക്ക് നേരെ പൊട്ടിത്തെറിച്ചു. നിങ്ങൾ ഈ വേഷം കെട്ടി ഓടി മറിഞ്ഞതുകൊണ്ടാണ് ഇവനിപ്പോൾ പിണ്ടം കണക്കിയിരിക്കുന്ന അവസ്ഥയിലെത്തിയത്. പെട്ടെന്ന് കാർത്തി തന്റെ ചുണ്ടിൽ ചൂണ്ടുവിരൽ അമർത്തി നിവേദിന് നേരെ തിരിഞ്ഞു നിന്ന ശേഷം അതിവേഗം കുതിരപ്പുറത്ത് നിന്നും തോൽസഞ്ചിയിലെ പുസ്തകങ്ങൾ താഴേക്ക് കുടഞ്ഞിട്ടു. വേദഗ്രന്ഥങ്ങളിൽ ഒന്നെടുത്ത് തുറന്ന് അതിലൂടെ വിരലോടിച്ചു. ബുക്സ് മുകളിലേക്ക് വലിച്ചെറിഞ്ഞ് എന്തോ കണ്ടെത്തിയവനെ പോലെ അടുത്തുള്ള അമ്പലക്കുളത്തിലേക്ക് എടുത്തു ചാടി. മുങ്ങി നിവർന്ന കാർത്തി തന്റെ നീളം തലമുടി ഇടത് കൈയാൽ കോർത്തു വലിച്ചുകൊണ്ട് ഞങ്ങളെ നോക്കി പറഞ്ഞു, പരകായ, പിണ്ടബലി, സാത്താനിസം. അമ്പലക്കുളത്തിലെ ജലനിരപ്പിന് മേലെ കൈകൾ വീശി പച്ചപ്പായൽ തട്ടിമാറ്റി കൽപ്പടവുകൾ കയറി കാർത്തിക അതിവേഗം എൻ്റെ അടുത്തേക്ക് നടന്നെടുത്തു. നടന്നു വരുമ്പോൾ കാർത്തിയുടെ നീളൻ മുടിയിൽ നിന്നും ഇറ്റുവീഴുന്ന ജലത്തുള്ളികൾ ജപമാലയിൽ കുതിർന്ന് താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. എൻ്റെ വലതുകരത്തിൽ അമർത്തിപ്പിടിച്ച് നിവേദിന്റെ മുന്നിലേക്ക് മാറ്റി നിർത്തി കാർത്തിക പറഞ്ഞു, ഇന്നേക്ക് 3-ാം നാൾ, ധനുമാസത്തിലെ രോഹിണി നാളിൽ സൂര്യാസ്തമയത്തിന് മുമ്പ് സ്വാതി ചാർലിയുടെ അടുക്കലുണ്ടാവും. വേദങ്ങളും മതഗ്രന്ഥങ്ങളും ഗുരുക്കന്മാരും പരാജയം സമ്മതിച്ചെടുത്ത് ഡോക്ടർ എങ്ങനെ? ഞാൻ ആകാംക്ഷയോട് ചോദിച്ചു. തിന്മയുടെ സംഹാരത്തിന് മുമ്പിൽ നന്മയെ തോൽവി സമ്മതിച്ചിട്ടുള്ളൂ. പൊരുതുവാൻ കാലവും കാർത്തിയും ഇപ്പോഴും ബാക്കിയുണ്ട്. നാളെ ബ്രഹ്മയാമത്തിൽ ചാർലി ഇവിടെ വരണം. ഞാൻ ഈ ആൾത്തറയിലുണ്ടാവും. വരാൻ ഡോക്ടർ. എങ്കിലും എന്താണ് ഡോക്ടറുടെ മനസ്സിൽ? ഞാൻ അറിയാനുള്ള കൗതുകത്തോടെ ചോദിച്ചു. പിണ്ടബലി? വാട്ട്? നാളെ ചാർലിയുടെ പിണ്ടബലി പൂജയാണ്. ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് പിണ്ടബലി അർപ്പിക്കുന്നത് വളരെ വിചിത്രമായി തോന്നാം. പക്ഷേ സാത്താനെതിരെ പോരാടാൻ എൻ്റെ ആവനാഴിയിൽ മറ്റൊരു മാന്ത്രിക അസ്ത്രവുമില്ല. സംശയം കൂടപ്പിറപ്പായ നിവേദ നെറ്റി ചുളിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു. ഒരുപക്ഷെ 3-ാം ദിനം സ്വാതിയെ രക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ പൊടുന്നനെ ഉപദേവതയായ രക്ഷസിന്റെ മുൻപിലെ അരിവാൾ പെരുവിരലിലെ അഗ്രഭാഗത്ത് ചീന്തി ഒലിച്ചിറങ്ങിയ രക്തമെടുത്ത് തന്റെ നെറ്റിയിൽ തൊട്ടുകൊണ്ട് കാർത്തി ജ്വലിക്കുന്ന നേത്രങ്ങളാൽ പറഞ്ഞു, പരാജയപ്പെട്ടാൽ കാർത്തിയുടെ മരണം സുനിശ്ചിതം. ഈ നടക്കാവിൽ കാളിമേൽ സത്യം. നാനാദിക്കിലും പ്രകമ്പനം കൊള്ളുന്ന കാർത്തിയുടെ പ്രതിജ്ഞ മൂർച്ചയേറിയ വാളുപോലെ കരുത്തേറിയതായിരുന്നു. തൽക്ഷണം ആൽമരത്തിൽ നിന്നും ചിറകടിച്ചുകൊണ്ട് 1000 കിളികൾ പറന്നുപോയി. തെക്കൻ കാറ്റടിച്ച് കെടാവിളക്കിലെ ജ്വലിച്ചു കത്തിയ ദീപം കെട്ടു. കാളിക്ഷേത്രത്തിന്റെ മുകളിലൂടെ പരുന്ത് വട്ടമിട്ട് പറന്നു. അതിനപ്പുറത്തേക്ക് നിവേദിനൊരു ചോദ്യമുണ്ടായിരുന്നില്ല. തിരികെ പോകുമ്പോൾ കാർത്തിക ഓർമ്മപ്പെടുത്തി, നാളെ ബ്രഹ്മയാമത്തിൽ ചാർലി ഒറ്റയ്ക്ക് വരണം. പിണ്ടകർത്താവും പുരോഹിതനും മാത്രമായി ചെയ്യേണ്ട അതിസൂക്ഷ്മമായ ഈ ബലിപൂജ സൂര്യോദയത്തിന് മുൻപ് പിഴവ് സംഭവിക്കാതെ പൂർത്തിയായില്ലെങ്കിൽ ഫലം നേർവിപരീതമായിരിക്കും. ഓർക്കണം. അത് കേട്ട് എൻ്റെ മനസ്സിൽ ചെറിയൊരു ഭയം ഉണ്ടാകാതിരുന്നില്ല. നിവേദിനൊപ്പം തിരിച്ചുപോയ ഞാൻ ബ്രഹ്മയാമത്തിൽ ഒറ്റയ്ക്ക് കാളിക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. അമ്പലക്കുളത്തിന് സമീപം ചുടുകട്ടയാൽ ഹോമകുണ്ടമുണ്ടാക്കി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയിലേക്ക് നാളികേരം 2ആയി മുറിച്ചുവെച്ച് അതിൽ എണ്ണ പകരുന്ന കാർത്തി സൂര്യദേവനെ പോലെ ജ്വലിച്ചു നിന്നു. ഈറനായി ഒറ്റമുണ്ടാൽ സ്നാനം ചെയ്ത് പീഠത്തിൽ വന്നിരിക്കാൻ കാർത്തി എന്നോട് ആവശ്യപ്പെട്ടു. ഹോമകുണ്ടത്തിന്റെ അരികിൽ നിന്നും താലത്തിലെ ഭസ്മം കാർത്തി എൻ്റെ കഴുത്തിലും നെറ്റിയിലും ഉരത്തിലും തേയ്ക്കാൻ ആവശ്യപ്പെട്ടു. ഭസ്മം തേയ്ക്കുമ്പോൾ ചൊല്ലാനായി കാർത്തി ഒരു മന്ത്രം ഉരുവിട്ടു. വാഴക്കൂമ്പിലയിൽ ദർഭവും എള്ളും ചോറും ചന്ദനവും അരളിപ്പൂവും എൻ്റെ മുൻപിൽ കൊണ്ടുവച്ചു. അനിഴം നക്ഷത്രത്തിൽ ജനിച്ച ചാർലി എന്ന എൻ്റെ ബലിതർപ്പണം മന്ത്രത്താൽ ഉരുവിടുമ്പോൾ എന്നിൽ നിന്നും എന്തോ ഊർജം വന്ന് നിറയും പോലെ എനിക്ക് തോന്നി. ഹോമകുണ്ടത്തിലെ അഗ്നി അണച്ചുകൊണ്ട് കൈവിരലിലെ ദർഭ അഴിച്ച് വാഴക്കൂമ്പിലയിലെ പിണ്ടം ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്തുള്ള നദിയിൽ ഒഴുക്കി സ്നാനം ചെയ്ത് നിവരാൻ കാർത്തി എന്നോട് ആഹ്വാനം ചെയ്തു. നടക്കുമ്പോൾ ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കരുത്. കാർത്തി എന്നെ പ്രത്യേകം ഓർമ്മപ്പെടുത്തി. നദിയിലേക്ക് മെല്ലെ ചുവട് വയ്ക്കുമ്പോൾ പിന്നിലാരോ ഉള്ളതുപോലെ തോന്നി. ഒന്ന് തിരിഞ്ഞു നോക്കാൻ മനസ്സ് 1000 വട്ടം എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ അവയെല്ലാം തരണം ചെയ്ത് ഞാൻ നദിയിൽ മുങ്ങി. കണ്ണു തുറന്ന് ഞാൻ നദിയുടെ ഒരു വശത്തായി ഒരു പ്രകാശം ജ്വലിച്ചു നിൽക്കുന്നത് കണ്ടു. വെളിച്ചം വീശുന്ന ആ ഭാഗത്തേക്ക് എന്നിൽ നിന്നും ഒരു രശ്മി മെല്ലെ നീങ്ങുന്നത് അത്ഭുതത്തോടെ ഞാൻ നോക്കി നിന്നു. എന്നിൽ നിന്നും ഉത്ഭവിച്ച ആ രശ്മി അകലെ കണ്ട പ്രകാശഗോപുരത്തിൽ ചെന്ന് ലയിച്ചപ്പോൾ എന്നിൽ നിന്നും എന്തോ അടർന്നു പോയ പോലെ എനിക്ക് തോന്നി. മുങ്ങി നിവർന്ന് ഞാൻ തിരികെ കാർത്തിയുടെ സമീപത്തേക്ക് നടന്നു ചെന്നു. പീഠത്തിൽ ഉപവിഷ്ടനായ എൻ്റെ നേർക്കൊന്നും ഉരിയാടരുതെന്ന് കാർത്തി ചൂണ്ടുവിരലിനാൽ ആംഗ്യം കാണിച്ചു. 16 മഞ്ചാടിക്കുരു എൻ്റെ മുഖത്തിന് ചുറ്റും ഒഴിഞ്ഞ് കാർത്തി ഒരു വെള്ളത്തുണിയിൽ വെച്ചു. ശേഷം 9 കുരുമുളക് എൻ്റെ മുഖത്തൊഴിഞ്ഞ് അതിൻ്റെ കൂടെ ചേർത്ത് വെച്ചു. തളിർവെറ്റില രക്തത്തിൽ ചാലിച്ച് വെള്ളത്തുണിയിൽ ചേർത്ത് കിഴി പോലെ കെട്ടി എൻ്റെ കരങ്ങളിൽ തന്നിട്ട് പറഞ്ഞു, ഇന്നേക്ക് 3 ദിനം പ്രാണൻ പോലെ ഈ കിഴി നിന്റെ ദേഹത്ത് ചേർന്ന് നടക്കണം. കാർത്തിയുടെ ആ വാക്കുകളിൽ ആജ്ഞയുടെ സ്വരം ഉയർന്നു കേട്ടു. ഒരു വിദ്യാർത്ഥിയെപ്പോലെ ഞാനത് കേട്ടു നിന്നു. ശേഷം കാർത്തി കുതിരപ്പുറത്ത് കയറി എന്നെയും കൂട്ടി അടുത്തുള്ള വിജനമായ ഒരു ഉൾക്കാട്ടിലേക്ക് പോയി. അവിടെയുള്ള നീരുറയിൽ നിന്നും ജലമെടുത്ത് 3 തവണ മുഖത്തേക്ക് തളിച്ചുകൊണ്ട് മന്ത്രം ചൊല്ലി. ഓം വഹട് ആശ്ചര്യ പരമഗുരുവേ നമ, ഡ്വാം വിശിഭവ സ്വാഹ. ശേഷം കോടിമുണ്ട് പുതപ്പിച്ചു കിടത്തി മിഴികൾ പൂട്ടുവാൻ പറഞ്ഞു.
വെള്ളക്കിണ്ടിയിൽ നിന്നും മഞ്ഞൾ വെള്ളം മുഖത്തേക്കൊഴിച്ച് അരളിപ്പൂക്കൾ വാരി വിതറി. കുറച്ചു സമയത്തിന് ശേഷം അടുത്തുള്ള പൊയ്കയിൽ സ്നാനം ചെയ്യിപ്പിച്ച് പൂജ അവസാനിപ്പിച്ചതായി അരുൾ ചെയ്തു. സ്നാനം ചെയ്തു വന്ന എന്നിൽ പുതിയൊരു ഊർജം കൈവന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. കാർത്തിയുടെ മുമ്പിൽ അനുസരണയുള്ള വിദ്യാർത്ഥിയെ പോലെ ഇരുന്നു കൊണ്ട് ഞാൻ ചോദിച്ചു. പൂജ നടത്തുമ്പോൾ എന്നിൽ നിന്നെന്തോ ഒഴിഞ്ഞു പോകും പോലെയും പിന്നീട് ഭാരം പോലെ വന്നെന്തോ നിറയുകയും ചെയ്തു. എന്തായിരിക്കും കാരണം? സൂര്യോദയത്തിനുള്ള സമയം ആഗതമായിരിക്കുന്നു. മഞ്ഞ് പെയ്യുന്ന പുലരിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് കാർത്തി പറഞ്ഞു. നിന്നിലേക്ക് ഞാൻ ആദ്യം ആവാഹിച്ചത് സദ്ഗുണമായ വേദങ്ങളെയാണ്. വേദങ്ങളെ തന്നെ കാണ്ഡങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. കർമ്മകാന്ഡം, ഉപാസനകാന്ഡം, ജ്ഞാനകാന്ഡം. വേദങ്ങളെ 4 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. സംഹിത, ബ്രാഹ്മണം, അരണ്യകം, ഉപനിഷത്ത്. വേദപഠനം സുഗമമാക്കാൻ വീണ്ടും 6 വേദങ്ങൾ: ശിക്ഷ, കൽപ്പകം, വ്യാകരണം, നിരുക്തം, ജ്യോതിഷം, ഛന്ദസ്. ഇവയെല്ലാം നിന്നിലേക്ക് ആവാഹിക്കുകയും പിണ്ടബലിക്ക് ശേഷം അവ ശൂന്യമാക്കി മറ്റൊരു മന്ത്രത്താൽ അവിടെ നിറയ്ക്കുകയും ചെയ്തതിനാലാണ് അങ്ങനെ തോന്നലുണ്ടായത്. നേദിച്ചു തന്ന കിഴിയിൽ മഞ്ചാടിക്കുരു, കുരുമുളക്, വെറ്റില, അവ കൂടിയൊന്ന് വിശദീകരിക്കാമോ? മഹാഭാരതത്തിൽ പഞ്ചപാണ്ഡവരിൽ രണ്ടാമനായ ഭീമൻ പാഞ്ചാലിക്കായി തൻ്റെ പ്രണയോപഹാരമായ കല്യാണ സൗഗന്ധികം കാഴ്ചവെക്കുന്ന ഒരു കഥയുണ്ട്. ഇവിടെ സ്വാതിക്കായി 16 മഞ്ചാടിക്കുരു പ്രണയത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്നു. 9 കുരുമുളക് സാത്താന്റെ സംഖ്യയെ പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ തളിർവെറ്റിലയോ? വെറ്റിലയുടെ ഞെട്ട് മൂർത്തേട്ടയും വാൽഭാഗം ദേവിയെയും സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് വെറ്റ മുറുക്കുന്നവർ ഞൊട്ടറുത്ത് കളയുകയും തുമ്പറുത്ത് നെറ്റിയുടെ വശത്ത് വെക്കുകയും ചെയ്യുന്നത്. രക്തത്തിൽ പുരണ്ട വെറ്റില ശത്രു സംഹാരത്തെ പ്രതിനിധീകരിക്കുന്നു. ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് കാർത്തി പറഞ്ഞു. ഇനി സാത്താന്റെ അധിപനായ കറുത്തച്ഛന്റെ അടുത്തേക്കുള്ള യാത്രയാണ്. പുറപ്പെടാൻ തയ്യാറായിക്കൊള്ളു. ഭൂമിയിൽ വെളിച്ചം വന്ന് പതിച്ചപ്പോൾ മുതൽ കാളിക്ഷേത്രത്തിന്റെ മുമ്പിൽ നിവേദ് കാത്തു നിൽപ്പുണ്ടായിരുന്നു. നിവേദിന്റെ മുന്നിൽ ചെന്ന് ഞാൻ അവനെ മാറോട് ചേർത്ത് പിടിച്ച് യാത്ര പറഞ്ഞു. തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത ഈ യാത്രയിൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഒരു മകനായി എന്നും എൻ്റെ കുടുംബത്തിന് നീ തുണയാവണം. കൂടെ വരാൻ അനുവാദം ചോദിച്ച നിവേദ് കാർത്തിയുടെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. അവിവേകം വല്ലതും പറഞ്ഞു പോയെങ്കിൽ പൊറുക്കണം. ഞാനും വരട്ടെ നിങ്ങളുടെ കൂടെ. അത്യന്തം ദുഷ്കരമായ ഈ യാത്രയിൽ ഒരു ജീവൻ രക്ഷിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ സഹോ. എൻ്റെ പ്രാണം കളഞ്ഞും ചാർലിയെ ഞാൻ മടക്കി കൊണ്ടുവരും. കാർത്തി എന്നെയും കൂട്ടി കുതിരപ്പുറത്തേക്ക് കയറി. കൊടുങ്കാട്ടിലൂടെ സാത്താന്റെ അധിപനായ കറുത്തച്ഛന്റെ കോട്ടയിലേക്ക് ഞങ്ങൾ പ്രയാണം ആരംഭിച്ചു. കുതിര കുളമ്പടികൾ മുന്നോട്ട് വെച്ചതും മുന്നിൽ വന്ന ആദ്യ കെണി കയർ പൊട്ടിച്ചോടുന്ന ഒരു പോത്തായിരുന്നു. ആ സമയം താൻ ആവാഹിച്ചെടുത്ത മന്ത്രശക്തികൾക്കൊന്നും കറുത്തച്ഛനെ കീഴ്പ്പെടുത്താനാവില്ലെന്ന സത്യം കാർത്തിയുടെ ഉള്ളം തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ഇക്കുറി അകലെ ഉയർന്നു കേൾക്കുന്ന ചെന്നായ്ക്കളുടെ ഓരിയിടൽ രക്തദാഹം ശമിപ്പിക്കാൻ ഇര അടുത്തെത്തിയെന്ന് ഉറപ്പിക്കുന്നതായിരുന്നു. ഈ സമയം കറുത്തച്ഛന്റെ കോട്ടയിലെ സാത്താൻ സേവ നടത്തുന്ന ആൾത്താരയിലെ ചുവന്ന കട്ടലിലെ അഗ്രഭാഗം അഗ്നി വിഴുങ്ങുവാൻ ആരംഭിച്ചിരുന്നു. കുതിരവണ്ടി ഒരു നെടുങ്കൻ താഴ്വരയിലൂടെയാണ് ഇപ്പോൾ ഓടുന്നത്. അതിന്റെ ഇരുവശവും ഇടതൂർന്ന വനങ്ങളും ചെങ്കുത്തായ കുന്നുകളും പാറക്കെട്ടുകളും ഉണ്ടായിരുന്നു. വണ്ടി ഇളകി തുടങ്ങുമ്പോൾ കാർത്തി കുരിശു വരച്ചു. മഞ്ഞുകാലമായതുകൊണ്ട് യാത്ര അത്ര സുഖകരമായിരുന്നില്ല. ഡോക്ടർ, ഞാൻ പിന്നിൽ നിന്നും മെല്ലെ വിളിച്ചു. കുളമ്പടി ശബ്ദത്തിൽ കാർത്തികിന്റെ വിളി കേട്ടില്ലെന്ന് തോന്നുന്നു. കാർത്തിയുടെ രൗദ്രത നിറഞ്ഞ മുഖത്ത് നോക്കി വീണ്ടും വിളിക്കാൻ എനിക്ക് തോന്നിയില്ല. കുറച്ചു സമയത്തിന് ശേഷം കുതിരവണ്ടി ഒരു തണൽ മരച്ചോട്ടിൽ കൊണ്ടു നിർത്തി. മുഖം തിരിച്ചുകൊണ്ട് കാർത്തിക് കിഴിയിൽ കിട്ടിയ അവലെടുത്ത് ഭക്ഷിച്ചു കൊള്ളുവാൻ നിർദ്ദേശം നൽകി. കുതിരവണ്ടിയിൽ നിന്നിറങ്ങിയ കാർത്തിക് എവിടേക്കോ പോയി തിരിച്ചു വരുമ്പോൾ കയ്യിൽ കുറച്ച് കാട്ടുപഴങ്ങളും ജലവും ഉണ്ടായിരുന്നു. യാത്ര ചെയ്ത് നന്നേ ക്ഷീണിച്ച് ഞങ്ങൾ അവലും പഴങ്ങളും ജലവും കഴിച്ച് വിശപ്പടക്കി. ശാന്തമായ മുഖഭാവത്തോടെ കാർത്തി ചോദിച്ചു, യാത്രയിൽ എന്തിനാണ് വിളിച്ചത്? കറുത്തച്ഛൻ്റെ അടുത്തേക്കുള്ള യാത്രയിൽ എൻ്റെ ഉള്ളിൽ ഭയം പൂർണ്ണമായി മാറിയിട്ടില്ല ഡോക്ടർ. എൻ്റെ തോളിൽ കൈവച്ച് കഴുത്തിലെ കുരിശിൽ മുത്തം വെച്ചുകൊണ്ട് കാർത്തിക് പറഞ്ഞു, ഭയപ്പെടേണ്ട. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. സങ്കീർത്തനം 91:3. യാത്ര പുനരാരംഭിച്ചു. വൈകുന്നേരമായപ്പോൾ ആകാശത്തിന്റെ നിറം വീണ് ഓക്കുമരച്ചില്ലകളിൽ മഞ്ഞിന്റെ മുത്തുകൾ തിളങ്ങി. പൈൻമരക്കാടുകൾക്കിടയിലൂടെ യാത്ര പുരോഗമിക്കുമ്പോൾ ഇരുട്ട് വീണ കറുത്ത മരത്തിന്റെ നിഴലുകൾ ഭീതിയുടെ പാരവശ്യം വീണ്ടും മനസ്സിൽ തിരികൊളുത്താൻ തുടങ്ങി. കാർത്തി ചമ്മട്ടി വീശി ഉറക്കെ ശബ്ദമുണ്ടാക്കുകയും കുതിരകളെ പ്രകമ്പനം കൊള്ളിക്കാൻ ചില പ്രത്യേക ശബ്ദങ്ങൾ ഉറക്കെ ഉച്ചരിക്കുകയും ചെയ്തു. ഘട്ടറുകളും കുഴികളും നിറഞ്ഞ പാതയിലൂടെ കുതിരവണ്ടി പറക്കുകയായിരുന്നു. അന്തരീക്ഷത്തിൽ കാർമേഘപടലങ്ങൾ പടരുകയും ഇടിമുഴക്കങ്ങളുടെ ആരംഭം കണ്ടു തുടങ്ങുകയും ചെയ്തത് പെട്ടെന്നായിരുന്നു. ഒരു പാതി ഇടിഞ്ഞ കോട്ടയുടെ സമീപമെത്തിയപ്പോൾ കാർത്തി വണ്ടി നിർത്തി. ഇടിഞ്ഞു പൊളിഞ്ഞൊരു കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളിൽ ബാക്കി പാത്രമായി ഒരു ഇരുമ്പഴിയിട്ട കുറച്ച് കൂടുകൾ മാത്രം. ഒരു നിമിഷം അവിടേക്ക് നോക്കി എൻ്റെ സകല നാഡീഞരമ്പുകളും തളർന്നു പോകും പോലെ തോന്നി. വെളുത്ത ക്രൂരമായ നീളം പല്ലുകളോടും ചുവന്ന നീളമുള്ള നാവുകളോടും ഞരമ്പുകൾ പിടച്ചു നിൽക്കുന്ന കാലുകളോടും കൂടിയ ഒരു പറ്റം ചെന്നായ്ക്കൾ ആ കൂട്ടത്തിൽ നിന്നും രക്തദാഹത്തോടെ എന്നെ തന്നെ നോക്കി നിൽക്കുന്നു.
അത്യുച്ചത്തിൽ ഓരിയിടാൻ ആരംഭിച്ച ചെന്നായ്ക്കളുടെ കണ്ണുകളിലേക്ക് കാർത്തി അതിസൂക്ഷ്മമായി നോക്കി. അവയ്ക്ക് നേരെ തൻ്റെ കഴുത്തിലെ കുരിശ് കാണിക്കുകയും ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്തപ്പോൾ ചെന്നായ്ക്കളൊന്നടങ്ങി. ഓരോ കൂട്ടിലും കിടക്കുന്ന ചെന്നായ്ക്കളെ ചൂണ്ടി സംഹാരം ഇവിടെ നിന്ന് തുടങ്ങാൻ കാർത്തി എന്നോട് ആവശ്യപ്പെട്ടു. എനിക്കതിന് കഴിയുമോ? ഭയത്തോടെ ഞാൻ ചോദിച്ചു. നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഇയ്യോബ് 142:1. കുതിരവണ്ടിയിൽ നിന്നും നീളമുള്ള കൂർത്ത ഒരു കമ്പിയെടുത്ത് എൻ്റെ കരങ്ങളിൽ തന്നിട്ട് കാർത്തി ആദ്യ ഇരുമ്പുകൂടിൻ്റെ താഴെ തല്ലിപ്പൊട്ടിച്ചു. മുന്നിലേക്ക് പാഞ്ഞിടക്കുന്ന ചെന്നായുടെ കണ്ണിലേക്ക് മണലും മുളകുപൊടിയും ഇടകലർത്തിയ മിക്സ് പൊടി കാർത്തി എറിഞ്ഞതും അതിൻ്റെ ഉദരം നോക്കി ഞാൻ ആ കമ്പിപ്പാര കുത്തിയിറക്കി. രക്തക്കറ പുരണ്ട കമ്പിയുമായി അടുത്ത കൂട്ടിലെ ചെന്നായയെ ലക്ഷ്യമാക്കി ഞാൻ അതിവേഗം നടന്നു. 9 ചെന്നായ്ക്കളുടെയും രക്തം ചീന്തി യമലോകം പോകാൻ 10 നിമിഷങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ചെന്നായ്ക്കളെ പകയോടെ നോക്കി നിൽക്കുമ്പോൾ കറുത്തച്ഛൻ്റെ മുഖമായിരുന്നു എൻ്റെ മനസ്സിൽ. വേഗം വന്ന് വണ്ടിയിൽ കയറൂ, കാർത്തി തിരക്ക് കൂട്ടി. കോട്ടയിലേക്കുള്ള യാത്ര പിന്നെയും ആരംഭിച്ചു. ഏകദേശം 2 കിലോമീറ്റർ പിന്നിട്ട് കാണും. കാർത്തി വേഗത്തിൽ കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ചു മുറുക്കി യാത്ര നിർത്തി. എന്തു പറ്റി ഡോക്ടർ? കുതിരവണ്ടിയിലുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നു. കാർത്തി കുതിരവണ്ടി കുറച്ച് ഉൾക്കാട്ടിലേക്ക് മാറ്റി കെട്ടിയിട്ടിട്ട് പറഞ്ഞു. ഈ സ്ഥലം മനസ്സിലുണ്ടാവണം. ഞാൻ കാർത്തിയുടെ നേരെ തലയാട്ടിക്കൊണ്ട് മൂളി. അവിടെ നിന്നും കുറച്ചു ദൂരം ഞങ്ങൾ നടന്ന് ഒരു വീതി കുറഞ്ഞ വഴിയിലേക്ക് പ്രവേശിച്ചു. ദേ അവിടെയാണ് കറുത്തച്ഛൻ്റെ കോട്ട. ഇരുളിലെ മറവിൽ ഒറ്റയടിപ്പാതയിലെ അരണ്ട വെളിച്ചത്തിൽ നിന്നും ഒരു പടുകൂറ്റൻ കെട്ടിടത്തിലേക്ക് വിരൽ ചൂണ്ടി കാർത്തിക എന്നോട് പറഞ്ഞു. അത് പക്ഷേ ഒരു ആരാധനാലയം പോലെയുണ്ടല്ലോ. ഉള്ളിലെ സംശയം ഞാൻ പുറത്തു കാട്ടി. അവിടെ ആരാധനയ്ക്കായി ആരും തന്നെ വരാറില്ല. കൂട്ടിന് കറുത്തച്ഛൻ്റെ സാത്താന്മാർ മാത്രം. ഒറ്റയടിപ്പാതയിലെ ഒരു പാറക്കല്ലിൽ ചൂടുറപ്പിച്ചു നിന്ന് എൻ്റെ കാൽ വഴി താഴേക്ക് വീഴാൻ തുടങ്ങി. സൂക്ഷിച്ച്, കാർത്തിക് പറയുമ്പോഴും എൻ്റെ ദൃഷ്ടി ഉയരത്തിൽ കാണുന്ന കറുത്തച്ഛൻ്റെ കോട്ടയിലായിരുന്നു. വളരെ ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടം. അതിൻ്റെ ജനൽപ്പാളിയിൽ കടും ചുവപ്പ് നിറത്തിലുള്ള കർട്ടനിൽ മാത്രം പ്രകാശം പ്രതിഫലിക്കുന്നത് കാണാം. അവിടേക്ക് എത്തിച്ചേരാൻ പിൻവളവുകൾ പോലെ 11 സ്റ്റെയർ കേസുകൾ. ഓരോ വളവിലും 2 സാത്താന്മാർ വീതം കാവൽ നിൽക്കുന്നു. കറുത്ത തുണിയിൽ മുഖം മറച്ചുകൊണ്ട് കറുത്തച്ഛൻ്റെ കാവൽ ഭടന്മാർ. എൻ്റെ നോട്ടം താഴേക്ക് പതിച്ചതും ഭയപ്പെടുത്തുന്ന കാഴ്ച കണ്ട് ഞാൻ നിന്നു വിയർത്തു. എൻ്റെ കാൽച്ചുവട്ടിലായി ഒരു മൂർഖം പാമ്പ് ഫണം ഉയർത്തി നിൽക്കുന്നു. അതിപ്പോൾ തന്നെ എന്നെ കൊത്തി വീഴ്ത്തുമെന്ന് തോന്നി. നിൽക്കുന്നിടത്ത് നിന്നും അനങ്ങരുതെന്ന് കാർത്തി ആംഗ്യം കാണിച്ചു. എൻ്റെ സമീപത്തായി കാർത്തി ചമ്രം പടിഞ്ഞിരുന്നു. 2 കൈകളും നീട്ടി പെരുവിരലും ചൂണ്ടുവിരലും ചേർത്ത് വെച്ച് മുദ്രയോടെ കാർത്തിയുടെ ചുണ്ടുകൾ ഉരുവിട്ടു. വികലം വാസുകി ശേഷം പത്മനാഭ ശാകംബലം ശകപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളിയം തഥാ. മൂർഖംപാമ്പ് പണം മെല്ലെ താഴ്ത്തി. ഓം നാഗ നാഗരാജ നാഗയക്ഷ. കാർത്തിക മന്ത്രം ഉരുവിട്ടുകൊണ്ടേയിരുന്നു. പിന്നിലേക്ക് ഇഴഞ്ഞിഴഞ്ഞ ആ മൂർഖംപാമ്പ് പതിയെ കടന്നുപോയി. പക്ഷേ മൂർഖംപാമ്പിന് പിന്നാലെ വിഷം നിറച്ച മറ്റൊരു അപകടം ഞങ്ങളെയും കാത്തിരിപ്പുണ്ടായിരുന്നു. കറുത്തച്ഛൻ്റെ കോട്ടയിലേക്ക് യാത്ര തുടർന്ന് എനിക്ക് മാർഗതടസ്സമുണ്ടാക്കിക്കൊണ്ട് കാർത്തി പറഞ്ഞു. മുൻപിലേക്കുള്ള 2 ചുവടിന് മുമ്പ് പിന്നിലേക്ക് 4 ചുവട് വെക്കണം. യുദ്ധം ശക്തിയുടെ മാത്രമല്ല, പലപ്പോഴും ബുദ്ധിയുടെയും കൂടിയാണ്. കാർത്തിയുടെ വാക്കുകളിലെ അർത്ഥം മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. മൃത്യു പോകിയ ചെന്നായ്ക്കളുടെ കൂടിൻ്റെ അടുത്തേക്ക് കാർത്തി എന്നെ തിരിച്ചു കൂട്ടിക്കൊണ്ടുപോയി. അതിന് സമീപത്തെ കുറ്റിക്കാട്ടിലെ വലിയൊരു കാട്ടുമരത്തിൻ്റെ പിന്നിൽ ഞങ്ങൾ പതിയിരുന്നു. ആരെയോ പ്രതീക്ഷിച്ചെന്ന വണ്ണം കാർത്തി ഇടയ്ക്ക് കോട്ടയിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം പിന്നിട്ടപ്പോൾ കറുത്തച്ഛൻ്റെ കോട്ടയിൽ നിന്നും ഒരു കറുത്ത രൂപം ചെന്നായ്ക്കൂടിൻ്റെ അടുത്തേക്ക് നടന്നെടുത്തു. കാർത്തിയുടെ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചു. അവൻ വരുന്നുണ്ട്, സാത്താൻ. ഒരു കൈയിൽ നീളമുള്ള കുന്തം, കറുത്ത വസ്ത്രം ദേഹം മൂടിയിരിക്കുന്നു. തിളങ്ങുന്ന കണ്ണുകൾ മാത്രം പുറമേ കാണാം. സാത്താൻ മരത്തിൻ്റെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ കാർത്തി എൻ്റെ ചെവിയിൽ ഒരു നിർദ്ദേശം നൽകി. കാട്ടുമരത്തിൻ്റെ മുന്നിൽ സാത്താൻ എത്തിയതും എൻ്റെ മുഖം ഒരു തുണിയാൽ മറച്ചുകൊണ്ട് സാത്താൻ്റെ കണ്ണിൻ്റെ നേരെ ഞാൻ മുളകുപൊടി വീശിയതും കാർത്തി മരത്തിൻ്റെ കൊമ്പിൽ കെട്ടിയ കയറിൻ്റെ കുരുക്ക് കഴുത്ത് ലക്ഷ്യമാക്കി താഴേക്ക് ഊർത്തിയതും ഒരുമിച്ചായിരുന്നു. അതിവേഗം കുരുക്ക് കയർ കാർത്തിക് കാട്ടുമരക്കൊമ്പിൻ്റെ മുകളിലേക്ക് വലിച്ചു കയറ്റുമ്പോൾ സാത്താൻ ശ്വാസം കിട്ടാതെ അതിൽ കിടന്ന് പിടഞ്ഞു. കുരുക്ക് കയറിൽ കാർത്തി ആഞ്ഞു വലിച്ചതും നാവ് പുറത്തേക്ക് തള്ളി സാത്താൻ മൃതിയടഞ്ഞു. ഒരു ദീർഘനിശ്വാസത്തോടെ ഞാൻ താഴെ വീണ് കിടക്കുന്ന സാത്താൻ്റെ ശരീരത്തിലേക്ക് നോക്കി. കോട്ടയിൽ കറുത്തച്ഛൻ ഉൾപ്പെടെ 33 പൈശാചിക ശക്തികളുണ്ട്. അതിലൊരു സാത്താൻ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. കാർത്തിയുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് ദുർഘടം നിറഞ്ഞ പാതയുടെ തുടക്കം മാത്രമാണിതെന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. ഈ സമയം ആൾത്താരയിലെ ചുവന്ന കർട്ടനെ എങ്ങനെ തീ പിടിച്ചു എന്ന ചിന്തയിലായിരുന്നു അന്ധകാരത്തിൻ്റെ അധിപൻ. നാളെ നടക്കാൻ പോകുന്ന മാസ് പ്രയർ, 9 നമ്പൂതിരി പെൺകുട്ടികൾക്ക് മേൽ നടത്തുന്ന കറുത്ത കുർബാന, തന്നെ അതീവ ശക്തനാക്കാൻ പോകുന്ന ആ നിമിഷം. അതിനായി കൊതിച്ചിരിക്കുമ്പോൾ നടന്ന ഈ വിഘനം കറുത്തച്ഛനെ ചെറിയ തോതിൽ ആശങ്കപ്പെടുത്തി. കറുത്ത കുർബാന 3 ദിനങ്ങളിലായാണ് അവസാനിക്കുക. കുർബാനയുടെ അവസാനഘട്ട തയ്യാറെടുപ്പിനുള്ള 2 ദിനം പിന്നിട്ട് കഴിഞ്ഞു. 9 നമ്പൂതിരി പെൺകുട്ടികളെയും പ്രത്യേകം സെല്ലിൽ അടച്ച് കിടത്തിയിരിക്കുന്നു. നാളെയാണ് അവരെ പുറത്തു കൊണ്ടുവരേണ്ടത്.
നാളെ ഇരുട്ടി വെളുക്കുന്നതോടെ താൻ സർവശക്തനായി തീരും, തിന്മകളുടെ ഒരേ ഒരു രാജാവ്. കറുത്തച്ഛൻ കണക്കുകൂട്ടലുകൾ നടത്തിക്കൊണ്ടേയിരുന്നു. ഇന്നലെ മുതൽ ചെന്നായ്ക്കളുടെ ഊരിയിടൽ മാസ് പ്രയറിന് ശേഷം കേൾക്കുന്നില്ല. അതന്വേഷിക്കാൻ സാത്താനെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഉടൻ പരിഹാരം കാണും. കുറുക്കന്റെ തൊലി ചെത്താനയച്ച സാത്താന്റെ അടുത്ത് വരെ പോയി വരാം. കറുത്തച്ഛൻ ധൃതി കൂട്ടി. കാട്ടിൽ തണുപ്പ് അരിച്ചിറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. മരത്തിന്റെ ചൂട്ടിൽ അപ്പോഴും കാർത്തി ചിന്തയിലാണ്. കാർത്തിയുടെ വലതുകരം മെല്ലെ വിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അല്പസമയം നിദ്രയിലാണ്ട് പോയി. ഉണർത്താതെ കാവലായി കാർത്തി. ബ്രഹ്മയാമത്തിൽ കാർത്തി എന്നെ കുലുക്കി വിളിച്ചു. അടുത്തുള്ള പൊയ്കയിൽ സ്നാനം ചെയ്ത് വരാൻ കൽപ്പിച്ചു. നേതിച്ച കിഴി അരയിൽ ചേർത്ത് വെച്ച് കെട്ടി. ഉരുക്ക് കയറിനാൽ കൊന്ന സാത്താന്റെ കറുത്ത വസ്ത്രം എന്നെ ധരിപ്പിച്ചു. കോട്ടയ്ക്കുള്ളിൽ നീ ഏകനായിരിക്കും, കാർത്തി ഓർമ്മിപ്പിച്ചു. ഡോക്ടർ എവിടെ പോകുന്നു? കോട്ടയ്ക്കുള്ളിൽ എനിക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല, പുറപ്പെടാൻ തയ്യാറായിക്കോളൂ. കാർത്തിയുടെ സ്വരത്തിൽ കർശനത്തിന്റെ ഭാഷ ഉയർന്നു കേട്ടു. കാർത്തി അനുഗമിച്ച് ഞാൻ പിന്നാലെ നടന്നു. കോട്ടയുടെ ഏറ്റവും താഴെയുള്ള ഭാഗത്ത് ഞങ്ങൾ എത്തിച്ചേർന്നു. ആദ്യ പടിയിൽ ഒരു സാത്താന്റെ നിൽപ്പുണ്ടായിരുന്നു. അയാളുടെ അടുത്ത് ചെന്ന് ചത്തുകിടക്കുന്ന ചെന്നായ്ക്കളെ കുറിച്ച് പറയാൻ കാർത്തി ആവശ്യപ്പെട്ടു. ഞാൻ നടക്കുമ്പോൾ സാത്താന്റെ പിന്നിൽ മാത്രമേ നടക്കാവൂ എന്ന് കാർത്തി പ്രത്യേകം പറഞ്ഞു. അതിന്റെ കാരണം അപ്പോൾ ഞാൻ ചോദിച്ചില്ല. കറുത്ത വസ്ത്രധാരിയായതുകൊണ്ട് തന്നെ അവർ സംശയിക്കില്ല. ഞാൻ സാത്താന്റെ അടുത്തേക്ക് നടന്നു. അരികിലെത്തുന്തോറും ഭയം വന്നെന്നെ മൂടുന്നുണ്ടായിരുന്നു. സാത്താനിസം. എന്നെ കണ്ടതും സാത്താൻ അഭിസംബോധന ചെയ്തു. ഒരു നിമിഷം തിരിച്ചെന്ത് പറയണമെന്ന് ഓർത്ത് ഞാനൊന്ന് പതറി. ഞാൻ തിരിച്ചും അങ്ങനെ തന്നെ പറഞ്ഞു. ചെന്നായ്ക്കൾ മരിച്ചു കിടക്കുന്ന കാര്യം പറഞ്ഞ് സാത്താനെ ഞാൻ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നു. പിന്നിൽ നടന്നപ്പോഴാണ് സാത്താന്റെ പിൻകഴുത്തിൽ 666 എന്ന് പച്ച കുത്തിയിരിക്കുന്നത് കണ്ടത്. ആ സംഖ്യയുടെ ഭാഗം തുണിയിൽ മൂടപ്പെട്ടിട്ടില്ല. കൊല്ലപ്പെട്ട സാത്താന്റെ കഴുത്തിലും ഈ സംഖ്യ പച്ച കുത്തിയിട്ടുണ്ടായിരുന്നു. കാർത്തിയുടെ ദീർഘവീക്ഷണം ആ സമയം ഞാൻ തിരിച്ചറിഞ്ഞു. കാട്ടുവഴിയിലൂടെ മുൻപോട്ട് നീങ്ങിയതും എൻ്റെ മുന്നിലായി നടന്ന സാത്താൻ പൊടുന്നനെ താഴേക്ക് നിലംപതിച്ചു. ഒന്നുകൂടെ വ്യക്തമായി നോക്കുമ്പോൾ സാത്താന്റെ കഴുത്തിൽ മുറുക്കിയ കുരുക്കിന്റെ മറ്റേ അറ്റം കാർത്തിയുടെ കയ്യിൽ കിടന്ന് വലിയുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ സാത്താനെയും കൊന്നൊടുക്കി സ്റ്റെയർ കയറി ചെല്ലുമ്പോൾ പിൻവളവിലെ 2 സാത്താന്മാർ കുരുങ്ങിയ കയറിൽ അവിടെ ചത്തുമലച്ച് കിടപ്പുണ്ടായിരുന്നു. അതിന്റെ പിന്നിലും കാർത്തിയാണെന്ന് എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. മനസ്സിൽ വന്നൊരു സംശയം ഞാൻ കാർത്തിയുമായി പങ്കുവച്ചു. എന്തുകൊണ്ടാണ് സാത്താന്മാരെ കഴുത്തിൽ കുരുക്കിട്ട് കൊല്ലുന്നത്? സാത്താന്റെ ദേഹത്ത് കഴുത്തിന്റെ പിന്നിലാണ് പച്ച കുത്തിയിരിക്കുന്നത്. സാത്താന്റെ ശക്തി മുഴുവനും ആ സംഖ്യ പച്ച കുത്തിയ ഭാഗത്താണ്. സാത്താന്റെ ദേഹത്ത് മുറിവേൽപ്പിച്ചാൽ തലക്ഷണം അത് കൂടെയുള്ളവരെ അറിയിക്കാനോ സാത്താനെ രക്ഷപ്പെടാനോ സമയം അനുവദിക്കുന്നതിന് തുല്യമായിരിക്കും. പക്ഷെ എല്ലാവരെയും നമുക്കിങ്ങനെ കുരുക്ക് കയർ കൊണ്ട് കൊല്ലാൻ കഴിയില്ല. തോൾസഞ്ചിയിൽ നിന്നും കാർത്തി 2 കഠാര എടുത്ത് ഒരെണ്ണം എൻ്റെ മുന്നിലേക്ക് വെച്ച് നീട്ടി. സാത്താന്റെ കഴുത്ത് ലക്ഷ്യമാക്കി മുമ്പിലേക്ക് നടക്കാൻ പറഞ്ഞു. ഓരോ സ്റ്റെയർ കയറുമ്പോഴും ഞങ്ങൾ പിന്നിൽ നിന്നും സാത്താന്റെ കഴുത്ത് അറുത്ത് മുന്നേറിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ 29 സാത്താന്മാരെയും കീഴടക്കി ഞങ്ങൾ സാത്താന്റെ പ്രധാന കവാടത്തിന്റെ മുമ്പിലെത്തി. കാർത്തി എന്നെ പിന്നിലേക്ക് വലിച്ചു നിർത്തി കവാടത്തിലേക്ക് ചൂണ്ടി കാതിൽ പറഞ്ഞു, ഇനി മുതൽ സൂക്ഷിക്കണം. കവാടത്തിന് മുമ്പിൽ ഒരു സാത്താൻ കൂടി നിൽപ്പുണ്ടായിരുന്നു. മറ്റുള്ള സാത്താന്മാരിൽ നിന്നും വ്യത്യസ്തമായി അയാളുടെ അരയിൽ ഒരു വെളുത്ത നിറത്തിലുള്ള കയർവട്ടം ചുറ്റിയിട്ടുണ്ടായിരുന്നു. അതാണോ കറുത്തച്ഛൻ? ഞാൻ ഭീതിയോടെ കാർത്തിയോട് ചോദിച്ചു. അല്ല, അതവരുടെ കവാടത്തിന്റെ പ്രധാന കാവൽക്കാരനാവണം. കറുത്തച്ഛന്റെ വേഷം ചുവന്ന നിറത്തിലുള്ള കയർ അരയിൽ ചുറ്റിയതാണ്. കവാടത്തിന് മുന്നിൽ നിൽക്കുന്ന സാത്താനെ കൂടാതെ 3 പുരോഹിതർ കൂടി അകത്തുണ്ടാവും. ഞാൻ ശ്രദ്ധയോടെ പ്രധാന കാവൽക്കാരനെ തന്നെ നോക്കി നിന്നു. ഡോക്ടർ വീണ്ടും ആവർത്തിച്ചു, എനിക്ക് ഈ കവാടം വരെ മാത്രമേ പ്രവേശിക്കാൻ കഴിയൂ. എത്ര ഭയം തോന്നിയാലും നീ പതറരുത്, അവൻ നിന്നോട് കൂടെയുണ്ട്. പ്രധാന കാവൽക്കാരനായ സാത്താന്റെ മുമ്പിൽ നമ്മുടെ കുരുക്ക് കയറോ മുളകിൽ മിക്സ് ചെയ്ത പൊടിയോ നേരിട്ട് നിന്നൊരു കഠാര ആക്രമണമോ സാധിക്കില്ല. പിന്നെങ്ങനെ? ഈ സാത്താനെ അപായപ്പെടുത്താൻ പുതിയൊരു മാർഗം സ്വീകരിച്ചേ പറ്റൂ. പിന്നിൽ നിന്നും കഴുത്തിൽ കത്തികൊണ്ട് വരഞ്ഞാലോ? സാധ്യമല്ല. ഇനി മുതൽ നേരിടുന്ന ഓരോ സാത്താന്റെയും ദേഹത്ത് പലയിടങ്ങളിലായി പച്ച കുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അപാര ശക്തിയുള്ളവരായിരിക്കും. കാർത്തിയുടെ വാക്കുകൾ എന്നിലെ ഭീതിയുടെ അളവ് വർദ്ധിപ്പിച്ചു. കാർത്തി നെഞ്ചിൽ വലതുകരം അമർത്തി 1 മിനിറ്റ് ശ്വാസോച്ഛ്വാസം ചെയ്തു. എന്തോ കണ്ടെത്തിയവനെ പോലെ കാർത്തി ചാടി എഴുന്നേറ്റു. ഒരു നിമിഷം, ഞാൻ ദാ വരുന്നു. കാർത്തി കോട്ടയുടെ താഴെ ഭാഗത്തേക്ക് ഓടി. കുറച്ചു സമയം കഴിഞ്ഞ് വന്ന കാർത്തിയുടെ കയ്യിൽ ഒരു അമ്പും വില്ലും ഉണ്ടായിരുന്നു. അമ്മിന്റെ അറ്റത്ത് ഞാൻ തൊടാൻ തുടങ്ങിയെന്നും കാർത്തി വിലക്കി. അവിടെ തൊടരുത്, ഇത് വിഷം കലർത്തിയ അസ്ത്രമാണ്. കാർത്തി അമ്പും വില്ലും എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, പഞ്ചേന്ദ്രിയങ്ങളും ഏകാഗ്രമാക്കി ലക്ഷ്യസ്ഥാനമായ സാത്താന്റെ ദേഹത്ത് നീ അസ്ത്രമെയ്യണം. ഞാനിപ്പോൾ സാത്താന്റെ അടുക്കിലേക്ക് പോവുകയാണ്. ഞങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാകുമ്പോൾ വേണം അസ്ത്രമെയ്യാൻ. ഓർക്കുക, ഒരിക്കലും പിഴയ്ക്കരുത്, ഒരുപാട് വൈകരുത്. കാർത്തി സാത്താന്റെ സമീപത്തേക്ക് നടന്നു. ഞാൻ അസ്ത്രവുമായി സാത്താനെ തന്നെ ലക്ഷ്യമാക്കി നിന്നു. കാർത്തിയുടെ നിഴൽവട്ടമടിച്ചതും സാത്താൻ തന്റെ കയ്യിലെ കുന്തം ശരവേഗത്തിൽ കാർത്തിയുടെ നേരെ എറിഞ്ഞു. കാർത്തി അതിവിദഗ്ധമായി അതിൽ നിന്നും ഒഴിഞ്ഞു മാറി. സാത്താൻ കാർത്തിയുടെ ഇടതു ചുമലിൽ ആഞ്ഞു ചവിട്ടി. ഇത്തവണ പക്ഷേ കാർത്തിക്ക് താളം തെറ്റി. കാർത്തി നിലത്തേക്ക് ഊർന്നടിച്ചു വീണു. അസ്ത്രമെയ്യാൻ ലക്ഷ്യം കിട്ടാതെ ഞാൻ ആ സമയം ഉത്കണ്ഠാകുലനായി. വീണ് കിടക്കുന്ന കാർത്തിയുടെ ദേഹത്ത് സാത്താൻ ചാടി വീണു.
ഒഴിഞ്ഞുമാറിയ കാർത്തിക് സാത്താനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മസ്തകം നോക്കി ആഞ്ഞടിച്ചു. പിന്നിലേക്ക് തെറിച്ച സാത്താൻ അരയിൽ നിന്നും കടാര ഉയർത്തി കാർത്തിയുടെ പിന്നിൽ ആഞ്ഞുകുത്തി. കാർത്തിയുടെ പുറം ചീന്തി രക്തം പുറത്തേക്ക് വന്നു. സാത്താൻ തന്റെ അരയിൽ നിന്നും വെള്ള നിറത്തിലുള്ള കയറെടുത്ത് കാർത്തിയുടെ കഴുത്തിൽ മുറുക്കി. കാർത്തി ഞാൻ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. പറ്റിയ സമയം ഇതാണെന്ന് ആ കണ്ണുകൾ എനിക്ക് സൂചന തരും പോലെ തോന്നി. സാത്താന്റെ പുറം ലക്ഷ്യമാക്കി ഞാൻ അസ്ത്രം എയ്തതും കാർത്തി സർവ്വശക്തിയും എടുത്ത് കുതിരി മാറിയതും ഒന്നിച്ചായിരുന്നു. എന്റെ വിഷം പുരണ്ട അസ്ത്രമേറ്റ് സാത്താൻ ബോധരഹിതനായി താഴേക്ക് വീണു. താഴെ വീണ സാത്താന്റെ നെഞ്ചിലും കഴുത്തിലും കാർത്തി മാറി മാറി കുത്തി. ഒടുവിൽ രക്തം വാർന്നൊലിച്ച് പ്രധാന കാവൽഭടൻ മരിച്ചു. പ്രധാന കവാടത്തിൽ ഞാനെത്തുമ്പോൾ കാർത്തിയുടെ പിന്നിൽ നിന്നും രക്തം കുറേശ്ശെ വരാൻ തുടങ്ങിയിരുന്നു. ഒരു തുണിയാൽ ഞാൻ അവിടം വരിഞ്ഞു കെട്ടി. എന്റെ ആകുലതകൾക്ക് നേരെ നോക്കി കാർത്തി പുഞ്ചിരിച്ചു. സമയം അതിക്രമിച്ചിരിക്കുന്നു ചാർലി. കറുത്ത കുർബാനയ്ക്കിനി മണിക്കൂറുകൾ മാത്രം. എത്രയും വേഗം അകത്തേക്ക് ചെല്ലൂ. കാർത്തി എന്റെ ശിരസിൽ കൈവച്ച് കഴുത്തിലെ കുരിശുമാല അണിയിച്ചിട്ട് പറഞ്ഞു, വിജയ് ശ്രീ ഭവ. ഞാൻ കോട്ടവാതിൽ തള്ളി തുറന്നതും ഒരു ഭീമാകാരനായ ചെന്നായ എന്റെ നേർക്ക് വാഞ്ഞതും ഒന്നിച്ചായിരുന്നു. ദേഹത്തേക്ക് പാഞ്ഞെടുത്ത ചെന്നായയെ കാർത്തി ഇരു കരങ്ങൾ കൊണ്ട് തട്ടിയെറിഞ്ഞു. വട്ടം കറങ്ങി വന്ന കാർത്തിയുടെ കയ്യിൽ ചെന്നായ കടിച്ചു കുടഞ്ഞു. അസ്തമയത്തിന് മുമ്പ് അകത്തേക്ക് പോ, കാർത്തി എന്റെ നേർക്ക് അലറി. ഞാൻ അകത്തേക്ക് നടക്കുന്തോറും കത്തിക്കരിഞ്ഞ മാംസത്തിന്റെ ദുർഗന്ധം അവിടമാകെ വമിക്കുന്നുണ്ടായിരുന്നു. ആ ഇരുൾ മുറിയിൽ കറുത്തച്ഛന്റെ ഘോരവദനത്തിന്റെ ഭീകരതയും കത്തിജ്വലിച്ചു നിൽക്കുന്ന കണ്ണുകളും രക്തം കിനിയുന്ന ചുണ്ടുകളും എന്നെ കാത്തിരിക്കും പോലെ തോന്നി. കുറച്ചു മുൻപോട്ട് നീങ്ങിയതും ഒരു പെൺകുട്ടിയെയും വലിച്ചഴിച്ചുകൊണ്ടൊരു സാത്താൻ നടന്നു വരുന്നത് കണ്ടു. ആൾത്താരിയെ അനുസ്മരിക്കുന്ന ബലിപീഠത്തിൽ അവളെ കൊണ്ടുകിടത്തി ഇരുകരങ്ങളും ബന്ധിച്ചു. തിരികെ മറ്റൊരു മുറിയിലേക്ക് നടന്നു പോകുന്ന സാത്താന്റെ പിന്നാലെ ഞാൻ അതിവേഗം ചെന്നു. അപ്പോഴാണ് അതിന് സമീപം ഒരു ഗിത്താർ വച്ചിരിക്കുന്നത് കണ്ടത്. അതിൽ നിന്നും ഒരു കമ്പി ഞാൻ പൊട്ടിച്ചെടുത്തു. തിരികെ ഇറങ്ങാൻ തുടങ്ങിയ സാത്താന്റെ കാൽ ഞാൻ കെട്ടിയ കമ്പിയിൽ കുരുങ്ങി താഴെ വീണു. സാത്താന്റെ പുറത്തേക്ക് അതിവേഗം ചാടി കയറിയ ഞാൻ കമ്പി പൊട്ടിച്ച് സാത്താന്റെ കഴുത്തിൽ വരിഞ്ഞു മുറുക്കി. ഖടാര ഊരി ഞാൻ സാത്താന്റെ ദേഹമാസകലം മാഞ്ഞുകുത്തി. പ്രതികരിക്കാനാവാത്തവണ്ണം സാത്താനെ ചവിട്ടിപ്പിടിച്ചു. മരിച്ചെന്ന് ഉറപ്പു വന്നിട്ടും ഞാൻ മാറി മാറി കുത്തി. സാത്താന്റെ കയ്യിൽ നിന്നും തെറിച്ചു വീണ കുറുക്കന്റെ തൊലിയിൽ പൊതിഞ്ഞ ബൈബിൾ ഞാൻ പുറത്തെടുത്തു. അതിൽ ശിരസ് വെച്ച് നമസ്കരിച്ചതും പിന്നിൽ നിന്നും അതിഘോര ശബ്ദത്തോടെ ഒരാൾ എന്നെ എടുത്തുയർത്തി ചുഴറ്റിയിറങ്ങു. നിലത്തേക്ക് തെറിച്ചു വീണ എന്റെ കണ്ണിൽ ഇരുട്ട് കയറും പോലെ തോന്നി. മിഴികൾ വലിച്ചു പിടിച്ച് ഞാൻ തുറന്നു നോക്കുമ്പോൾ അതൊരു സാത്താനായിരുന്നില്ല, രണ്ട് സാത്താനായിരുന്നു. കാർത്തി പറഞ്ഞത് ഞാൻ മനസ്സിലോർത്തു. അന്ധകാരത്തിന്റെ അധിപൻ, അരയിൽ ചുവന്ന നിറമുള്ള കയർ ചുറ്റിയവൻ. പക്ഷെ എന്റെ മുന്നിൽ നിന്ന രണ്ട് സാത്താന്മാരും ഒരേ വേഷം ധരിച്ചവരായിരുന്നു. അരയിൽ ഒരേ നിറമുള്ള കയർ ചുറ്റിയവർ, കയ്യിലും കഴുത്തിലും 666 എന്ന സംഖ്യ പച്ച കുത്തിയവർ, ചുവന്ന നേത്രങ്ങളോടെ അജാനുബാഹുക്കളായ കറുത്തച്ഛൻ. ഇവരിൽ ആരായിരിക്കും കറുത്തച്ഛൻ? ഉത്തരമില്ലാത്ത ചോദ്യം മനസ്സിൽ ഉയർന്നു കേട്ടു. അധിക നേരം ആലോചിക്കും മുമ്പ് സാത്താൻ എന്നെ നിലത്ത് നിന്നും വലതുകാലുയർത്തി ആഞ്ഞു തൊഴിച്ചു. എത്ര ദൂരം ഞാൻ തെറിച്ചുപോയെന്നറിയില്ല. അസ്ഥികൾ നുറുങ്ങും പോലെ തോന്നി. ഭിത്തിയിൽ തറച്ചൊരു കമ്പിയിൽ പിടിച്ചെഴുന്നേൽക്കാൻ ഞാനൊരു ശ്രമം നടത്തി. എന്റെ നേരെ പാഞ്ഞെടുക്കുന്ന സാത്താൻ എന്നെ ഇപ്പോൾ തന്നെ കാലാപുരിക്ക് അയക്കുമെന്ന് തോന്നി. എത്ര ഭയം തോന്നിയാലും പതറരുത്. ശക്തിയല്ല, ബുദ്ധിയാണ് ജയിക്കാൻ വേണ്ടത്. കാർത്തിയുടെ വാക്കുകൾ ഞാൻ മനസ്സിലോർത്തു. അട്ടഹസിച്ചുകൊണ്ടുള്ള സാത്താൻ എന്റെ നേർക്ക് കൂടെയുള്ളവനെ പറഞ്ഞുവിടുമ്പോൾ അകലെ നിൽക്കുന്ന സാത്താനാവും കറുത്തച്ഛൻ എന്നാരോ പറയും പോലെ. ഭിത്തിയിലിരുന്ന കൂർത്ത കമ്പി ഞാൻ ഇളക്കി നോക്കി. അനങ്ങുന്നില്ല. വീണ്ടും വീണ്ടും ഞാൻ ഇളക്കിക്കൊണ്ടേയിരുന്നു. സാത്താൻ അടുത്തെത്തിയതും പാറ പോലെ ഉറച്ചു നിന്ന കമ്പി അടർന്നെന്റെ കയ്യിലേക്ക് വീണു. ഒരു നിമിഷം പോലും അമാന്തിക്കാതെ ഞാൻ ആ കമ്പി സാത്താന്റെ ഇരു തുടകൾക്കും നടുവിലെ ലിംഗം നോക്കി വലിച്ചു കുത്തി. വലിയൊരു അലർച്ചയോടെ സാത്താൻ രക്തം ചീന്തി താഴേക്ക് വീണു. നിമിഷങ്ങൾക്കുള്ളിൽ സാത്താൻ നിലത്ത് കിടന്ന് പിടഞ്ഞു മരിച്ചു. പെട്ടെന്നാണ് എൻ്റെ തലയ്ക്ക് പിന്നിൽ ശക്തമായി എന്തോ വന്ന് പതിച്ചത്. വലിയൊരു കമ്പി കഷ്ണത്താൽ കറുത്തച്ഛൻ എൻ്റെ തലയ്ക്കുമേൽ പ്രഹരമേൽപ്പിച്ചു. ബോധം മറിഞ്ഞ് ഞാൻ താഴേക്ക് വീണു. ബോധം വന്നപ്പോൾ ഞാൻ ആൾത്താരയ്ക്ക് സമീപമായിരുന്നു. കുരിശിൽ തറച്ച യേശുവിനെ അനുസ്മരിപ്പിക്കും വിധം എൻ്റെ കൈകൾ ഒരു നീളം കമ്പിയിൽ കോർത്തു കെട്ടിയിരുന്നു. ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ കറുത്ത കുർബാന നടക്കില്ലെന്ന് കരുതിയോ വിട്ടി? കറുത്തച്ഛൻ എന്നെ നോക്കി അലറി. ബലിപീഠത്തിൽ കിടക്കുന്ന കന്യകയായ പെൺകുട്ടിയുടെ മുഖം അപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സ്വാതി! ഒരു നേർത്ത മിങ്ങലോടെ ഞാൻ വിളിച്ചു. പക്ഷേ തിരിച്ച് പ്രതികരണമൊന്നും ഉണ്ടായില്ല. സ്വപ്നലോകത്തിലെന്ന പോലെ ഏതോ അബോധാവസ്ഥയിലായിരുന്നു അവർ. കറുത്തച്ഛൻ ബലിപീഠത്തിൽ കിടക്കുന്ന സ്വാതിയുടെ ഇരുവശങ്ങളിലായി കറുത്ത മനുഷ്യക്കൊഴുപ്പിൽ നിർമ്മിച്ച മെഴുകുതിരി കത്തിച്ചു വെച്ചു. കുറുക്കന്റെ തൊലിയിൽ പൊതിഞ്ഞ ബൈബിൾ മറ്റൊരു വശത്ത് സ്ഥാപിച്ചു. അന്ധകാരത്തിന്റെ അധിപനായ എന്നോടാ നിന്റെ വേട്ട. കറുത്തച്ഛൻ കോപം കൊണ്ട് വിറച്ചു. സ്വാതി ധരിച്ച വസ്ത്രങ്ങൾ കടാര കൊണ്ട് വലിച്ചു കീറി അവളെ പരിപൂർണ നഗ്നയാക്കി. നിസ്സഹായനെ പോലെ ഞാൻ മിഴികൾ കൊട്ടിയടച്ചു. ആദ്യ നരബലിക്കുള്ള രക്തം നിന്നിൽ നിന്നുമാവട്ടെ. കറുത്തച്ഛൻ പകയോടെ എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ വലത് ചുമരിൽ നിന്നും പച്ച മാംസം അറുത്തെടുത്തു. കറുത്തച്ഛൻ പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയതും കാർത്തി എൻ്റെ കഴുത്തിലണിയിച്ച കുരിശുമാല വന്നെൻ്റെ ചുണ്ടിൽ മുത്തം വെച്ചു. എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ബുദ്ധി തോന്നി. എൻ്റെ കൈകൾ ബന്ധിച്ച കമ്പിയുടെ ഒരു ഭാഗം അല്പം ദ്രവിച്ചു തുരുമ്പിച്ചിരുന്നു. അതിൽ ഞാൻ എൻ്റെ കെട്ടിയ കയറിട്ട് ഉരച്ചു നോക്കി. ഏതോ ഭാഗ്യത്താൽ അത് അല്പാൽപമായി മുറിയുന്നുണ്ടായിരുന്നു.
ഞാൻ വേഗത്തിൽ ഉരച്ചതും കയർ പൊട്ടി വീണു. മറുകൈ കൊണ്ട് ഞാൻ ഇടത് കൈയിലേക്ക് കെട്ടഴിച്ചു. കോട്ടയ്ക്കുള്ളിൽ പ്രവേശിക്കും മുമ്പ് കാർത്തി പറഞ്ഞു തന്ന കാര്യം ഓർമ്മയിൽ വന്നു. ബലിപീഠത്തിലെ കന്യകയെ കറുത്ത കുർബാന നടത്തും മുമ്പ് തൊട്ടു താഴെയുള്ള ഒരു ചതുരക്കളത്തിൽ കറുത്തച്ഛൻ, അതായത് ആ പുരോഹിതൻ, കയറി നിൽക്കും. നഗ്നപാതനായാണ് അവിടേക്ക് പ്രവേശിക്കുക. അതിന് തൊട്ടു മുമ്പ് തൻ്റെ മെതയടി അവിടെ അഴിച്ചു വയ്ക്കും. കളത്തിൽ കയറും മുമ്പ് കാൽ കഴുകി ശുദ്ധിയാക്കിയ ശേഷമായിരിക്കും അവിടേക്ക് പ്രവേശിക്കുക. മുറിവോ രക്തമോ കാലിലുണ്ടായാൽ പ്രയർ മുടങ്ങുകയും സാത്താന്റെ ശക്തി ക്ഷയിക്കുകയും ചെയ്യും. മെതിയടി കറുത്തച്ഛൻ അഴിച്ചതും നിലത്ത് കിടന്ന കഠാരയെടുത്ത് കറുത്തച്ഛന്റെ ബലിഷ്ഠമായ കാലിൽ ഞാൻ ശക്തമായി കുത്തിയിറക്കി. കറുത്തച്ഛന്റെ നിലവിളി ശബ്ദം ആ കോട്ടയിലാകെ മുഴങ്ങിക്കേട്ടു. കത്തി വലിച്ചൂരി 2 പാദങ്ങളിലും ഞാൻ മാറി മാറി കുത്തി. വേദനയാൽ അലറിക്കൊണ്ട് കറുത്തച്ഛൻ തിരിഞ്ഞതും ഞാൻ സർവ്വശക്തിയുമെടുത്ത് കറുത്തച്ഛന്റെ മുഖമടച്ചു ചവിട്ടി. 2 കൈകളും കയറുകൊണ്ട് ബന്ധിച്ചു കെട്ടി. ചോര കിനിയുന്ന കറുത്തച്ഛന്റെ നാവ് ഞാൻ കഠാര കൊണ്ട് അറുത്തെടുത്തു. നീളമുള്ള കൂർത്ത കമ്പി കൊണ്ട് ഞാൻ സാത്താന്റെ തലയോട്ടി പിളറുമാറ ആഞ്ഞടിച്ചു. നിലത്തേക്ക് രക്തം വാർന്നൊഴുകി. കോട്ടയുടെ ഒരു വശം താഴേക്ക് നിലം പൊത്തി. വവ്വാലുകൾ ചിറകടിച്ച് കൂട്ടത്തോടെ പറന്നു. ജ്വലിച്ചു നിന്ന മെഴുകുതിരികൾ അണഞ്ഞു. അന്ധകാരത്തിന്റെ അധിപൻ സാത്താൻ സേവകരുടെ തമ്പുരാൻ നരബലികളുടെ ചെകുത്താൻ കറുത്തച്ഛൻ എന്ന അധ്യായം ഓർമ്മയായി. ഇനി ഒരാൾ പോലും സാത്താൻ സേവയിൽപ്പെട്ട് ജീവിതം നശിപ്പിക്കില്ലെന്ന് ദീർഘനിശ്വാസത്തോടെ ഞാനിരുന്നു. ബലിപീഠത്തിൽ കിടക്കുന്ന സ്വാതിയുടെ മുകളിലേക്ക് ഒരു വെള്ളത്തുണിയെടുത്ത് ഞാൻ പുതച്ചു. ആ മുഖാര ബിന്ദുവിൽ തലോടിക്കൊണ്ട് ആവുന്നത്ര സ്നേഹത്തോടെ ഞാൻ വിളിച്ചു, സ്വാതി. പ്രതികരണമൊന്നും ഉണ്ടായില്ല. മുറിയുടെ മൂലയിൽ നിറച്ചു വച്ചിരുന്ന വെള്ളം ഞാൻ അവളുടെ മുഖത്തേക്ക് തളിച്ചു. സ്വാതി. അവൾ മിഴികൾ മെല്ലെ തുറന്നു. ഇച്ചായ. സ്വാതിയുടെ മുഖം ഞാൻ എൻ്റെ മാറിലേക്ക് ചേർത്ത് പിടിച്ചു. ഞാൻ ദൈവങ്ങൾക്ക് നന്ദി പറയുമ്പോൾ എൻ്റെ മിഴികൾ നിറഞ്ഞു. ഇച്ചായ അവിടെ. സ്വാതി വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് ഞാൻ നടന്നു. 8 നമ്പൂതിരി പെൺകുട്ടികൾ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ അടഞ്ഞു കിടക്കുന്നു. കൂട്ട് തല്ലി പൊട്ടിച്ച് ഞാൻ അവരെ സ്വതന്ത്രരാക്കി. കൂട്ടത്തോടെ കരഞ്ഞുകൊണ്ട് ഓടി വന്നവർ ഏട്ട എന്ന് വിളിക്കുമ്പോൾ തിരിച്ചുവരവ് അസ്തമിച്ചവരുടെ ഹൃദയം നിറഞ്ഞ വിളിയായി എനിക്ക് തോന്നി. സ്വാതി അടക്കം 9 പെൺകുട്ടികളെയും കൂട്ടി പുറത്തു വരുമ്പോൾ എൻ്റെ നേരെ പാഞ്ഞെടുത്ത ചെന്നായ അവിടെ ചത്തുകിടപ്പുണ്ടായിരുന്നു. കുറച്ചു മാറി ഒരു കറുപ്പുധാരി കൂടി. ഡോക്ടർ. ഞാൻ ഓടി അടുത്തേക്ക് ചെന്നു. പക്ഷേ കാർത്തിയുടെ ജീവൻ തുടിപ്പ് അസ്തമിച്ചിരുന്നു. ആരാണ് അദ്ദേഹം? സ്വാതി എൻ്റെ ചുമലിൽ കൈവച്ചു ചോദിച്ചു. സൈക്കോ. നിറഞ്ഞ കണ്ണുകളോടെ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഡോക്ടർ കാർത്തിക് സേവ്യർ. ഡോക്ടറുടെ ശരീരം തോളിൽ ചുമന്ന് ഞാൻ അവരെയും കൂട്ടി കുതിരവണ്ടിയിൽ ചെന്ന് കയറി. എന്നേക്കാൾ നിശ്ചയമുള്ള വഴിയിലൂടെ കുതിരകൾ തിരിച്ച് യാത്ര ചെയ്തു. ബഹളങ്ങളും ഒന്നുമില്ലാതെ കുളമ്പടി ശബ്ദം മുന്നോട്ട് നീങ്ങുമ്പോൾ കുതിരകളും തിരിച്ചറിഞ്ഞിരിക്കും അവരുടെ നാഥൻ ഈ ഭൂമിയിൽ നിന്നും യാത്രയായെന്ന്. അത് അവസാനിച്ചിരിക്കുന്നു. അവസാനം ഒരു വിഷമായില്ലേ കാർത്തി മരിച്ചത്. അങ്ങനെയാണ്. എന്തായാലും പിന്നൊരു കാര്യം പറയാനുള്ളത്, ഈ കഥ മതവും രാഷ്ട്രീയവും ഒന്നായിട്ടൊരു ബന്ധമില്ലോട്ട്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി. അപ്പോൾ പുതിയ കഥയുമായി വീണ്ടും വരാം. ബൈ.